അതിന് മുമ്പേ പ്രസംഗം തുടങ്ങുവാണോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ പലരും മുഖത്തില്ലെങ്കിലും അകത്ത് കാണും അല്ലേ? ഉണ്ടോ? സ്തോത്രം. ഇല്ല. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. സത്യസന്ധരായ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നും മറച്ചു വെക്കാത്ത നല്ല സ്നേഹമുള്ള പ്രിയപ്പെട്ടവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ ക്രിസ്തുവിൽ വന്ദനം ചെല്ലുന്നു. നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് പൽക്കാലം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ പട്ടണത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതൻ്റെ ഒരു ശാരീരിക ബുദ്ധിമുട്ടിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹം ഇവിടെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കുന്നു. അദ്ദേഹത്തെ ഒന്ന് കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ കടന്നു വന്നത്. എന്നാൽ എൻ്റെ സ്നേഹിതൻ പ്രിയ ഷിജു ബ്രദറുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെയും കൂടെ താല്പര്യത്തിൽ ഒരു 2 ആഴ്ചത്തേക്കാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതിൽ കൂടുതൽ നിൽക്കാൻ എനിക്ക് സാഹചര്യം ഒരുങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി ദൈവദാസന്മാരുടെ ക്ഷണനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലായിടത്തും ഓരോ സൺഡേ പങ്കെടുക്കണമെങ്കിൽ കുറഞ്ഞതൊരു 3 മാസമെങ്കിലും ഡൽഹിയിൽ നിൽക്കണം. അതിനുള്ള സാഹചര്യം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഈ പ്രകാരം ഒരു പരിമിതി കടന്നു വന്നത്. നിങ്ങൾ സദയം ക്ഷമിക്കുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ഈ 11-ാം തീയതി അടുത്ത തിങ്കളാഴ്ച ഞാൻ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. അധികം മുഖവരകൾക്ക് സമയമില്ലല്ലോ, അതുകൊണ്ട് വേഗത്തിൽ ഒരു തിരുവചനം വായിച്ച് ദൈവം തന്ന അനുഭവങ്ങളെയൊക്കെ നിങ്ങളോട് പങ്കുവെച്ച് ഒരു ചെറിയ ചിന്ത മാത്രം പറഞ്ഞ് ദൈവസന്നിധിയിൽ വേഗത്തിൽ ഇരുപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആധാരമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. Gospel of John chapter 2 verse 11. Yeah. മതി. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ എന്ത് ചെയ്യുക? വീഞ്ഞാക്കിയ അല്ലേ? വിശ്വാസഗോളത്തിനപ്പുറം, ക്രൈസ്തവ ഗോളത്തിനപ്പുറം ആഗോള വ്യാപകമായിട്ട് ഉള്ള എല്ലാ മിനിമം വായന സ്വഭാവമുള്ള എല്ലാവർക്കും അറിയാവുന്ന യേശുക്രിസ്തു ചെയ്ത ഒരു വലിയ അത്ഭുത പ്രവൃത്തിയാണ് കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ സുവിശേഷ പ്രചരണാർത്ഥം പലയിടങ്ങളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് മദ്യപാന ശീലമൊക്കെ ഉള്ള വ്യക്തികളുടെ അടുക്കൽ ചെന്ന് സുവിശേഷം പറയുമ്പോൾ അവർ നമ്മളോട് പറയുന്ന ഒരു സംഭവ കഥയാണ്. അവർ പറയും, പാസ്റ്ററെ മദ്യം കുടിക്കരുതെന്ന് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ കർത്താവായ യേശു പോലും കാനാവിലെ കല്യാണ വീട്ടിൽ മദ്യം തീർന്നപ്പോൾ അവർ വീഞ്ഞിനെ അങ്ങ് മദ്യമാക്കി. മദ്യം തീർന്നപ്പോൾ കർത്താവ് തൻ്റെ കരം കൊണ്ടല്ലയോ അവർക്ക് വീഞ്ഞൊരുക്കി കൊടുത്തത് എന്ന് പറഞ്ഞ് നമ്മളോടൊരു താർക്കിക വിഷയമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സംഗതി കൂടെയാണ് കാനാവിലെ കല്യാണ വീട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ ആണ് കാനാവിലെ കല്യാണ വീടെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അപ്രകാരം അത്രത്തോളം ക്രൈസ്തവ ലോകത്തിൽ സ്വാധീനമുള്ള ഒരു സംഗതിയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. വേറെ ഏത് സുവിശേഷത്തിലാണ് ഇതിനെപ്പറ്റി എഴുതിയിട്ടുള്ളത്? ആരും ഒന്നും മിണ്ടുന്നില്ല. അപകടാവസ്ഥയാണെന്ന് കണ്ടാൽ പിന്നെ മിണ്ടുകയല്ല. വേറെ ഏത് സുവിശേഷത്തിലാണ് കാനാവിലെ കല്യാണ വീട്ടിലെ സംഗതി എഴുതിയിട്ടുള്ളത്? നിങ്ങളാരും പാസ്റ്റർ മുഖത്തോട്ട് നോക്കണ്ട, നിങ്ങൾ പറഞ്ഞാട്ടെ. തപ്പുക. വേറെ എന്തിലും എഴുതിയിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഈ സംഗതി എഴുതിയിട്ടുള്ളൂ. ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. എല്ലാവരും അന്നേരം പാസ്റ്റർ മുഖത്തോട്ട് നോക്കുക. പുള്ളി പറഞ്ഞു തന്നാൽ ഞാൻ പറയാമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വേറെ ഒരു പുസ്തകത്തിലും വേറെ ഒരു സുവിശേഷങ്ങളിലും ഈ സംഗതി എഴുതിയിട്ടില്ല. യോഹന്നാൻ മാത്രമാണ് എഴുതിയത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ആദ്യത്തെ 3 സുവിശേഷങ്ങളെ ചരിത്രകാരന്മാർ വിളിക്കുന്ന, അല്ലെ വേദപഠിതാക്കൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, സമവീക്ഷണ സുവിശേഷങ്ങൾ. ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ വീക്ഷണങ്ങൾ ഏകദേശം ഒരേ ലൈനിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. എന്നാൽ ആ 3 സുവിശേഷങ്ങളിലും കാതലായ വ്യത്യാസങ്ങൾ നമുക്ക് നന്നായി പഠിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ആ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും അവരെ 3 പേരെ സമവീക്ഷണ സുവിശേഷകന്മാർ എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇവർ ആദ്യത്തെ 3 സുവിശേഷ എഴുത്തുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലവാരത്തിൽ എഴുതപ്പെട്ട ഒരു സുവിശേഷമാണ് ഏത്? യോഹന്നാൻ്റെ
സുവിശേഷം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, യോഹന്നാൻ്റെ സുവിശേഷമാണ് സുവിശേഷങ്ങളിൽ ഏറ്റവും അവസാനം എഴുതപ്പെട്ടത്. ഏകദേശം ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് യോഹന്നാൻ്റെ സുവിശേഷം രചിക്കപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ സ്വാഭാവിക മരണം വരിച്ച അഥവാ വാർദ്ധക്യം കണ്ട് മരിച്ച ഏക അപ്പോസ്തലൻ ആരാ? യോഹന്നാനാണ് അല്ലേ. പല തവണ അദ്ദേഹം മരണത്തിൻ്റെ മുഖത്തോളം എത്തി എങ്കിലും തൻ്റെ ദാസനായ യോഹന്നാൻ അവസാനം വാർദ്ധക്യം ചെന്ന് മരിച്ച ഒരേ ഒരാൾ യോഹന്നാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യോഹന്നാൻ്റെ സുവിശേഷമാണ് അവസാനം രചിക്കപ്പെട്ടതെന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. മറ്റൊരു കാര്യം കൂടെ അതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒന്നാം നൂറ്റാണ്ടിലെ സഭ എപ്രകാരമാണെന്ന് ഏകദേശം കണ്ടതിന് ശേഷം എഴുതപ്പെട്ട സുവിശേഷമാണ് ഇത്, യോഹന്നാൻ്റെ സുവിശേഷം അല്ലേ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മറ്റ് സുവിശേഷങ്ങളൊക്കെ സഭയുടെ സ്ഥാപനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ളതാണ്. എന്നാൽ ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം AD 100 90കളിൽ രചിക്കപ്പെട്ട സുവിശേഷമാകൊണ്ട് തന്നെ സഭയുടെ പോക്ക് എപ്രകാരമൊക്കെ ആണെന്ന് കാണാനുള്ളൊരു അവസരമുള്ളൊരു അപ്പോസ്തലനായിരുന്നു യോഹന്നാൻ. അതുകൊണ്ട് സഭ എങ്ങനെയൊക്കെ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് യോഹന്നാൻ എന്ത് ചെയ്യുന്നത്? സുവിശേഷം എഴുതിയത്. അതുകൊണ്ട് തന്നെ ഈ 20ാം നൂറ്റാണ്ടിലെത്തി നിൽക്കുന്ന 21ാം നൂറ്റാണ്ടിലെത്തി നിൽക്കുന്ന നമ്മുടെ പുതിയ നിയമസഭയ്ക്ക് മറ്റ് സുവിശേഷങ്ങളെക്കാൾ അല്പം കൂടെ പ്രാധാന്യത്തോടെ കാണാൻ പറ്റുന്ന സുവിശേഷമാണ് ഏത്? യോഹന്നാൻ്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒന്ന് രണ്ട് സവിശേഷതകൾ വേഗത്തിൽ ഞാനൊന്ന് പറയാം. മറ്റ് സുവിശേഷകന്മാരെല്ലാം യേശുവിൻ്റെ പ്രവൃത്തികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ യോഹന്നാൻ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റ് സുവിശേഷകന്മാരെല്ലാം യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളുടെ എണ്ണം പരമാവധി അവരുടെ ഓർമ്മയിൽ നിന്നും അവർക്ക് ആത്മാവ് ഹേമിപ്പിച്ചതിൽ നിന്നും ഒക്കെ എഴുതാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. ലൂക്കോസ് ആണെങ്കിലും മർക്കോസ് ആണെങ്കിലും മത്തായി ആണെങ്കിലും ഒക്കെ പരമാവധി കണ്ടൻസ്, യേശുവിൻ്റെ പ്രവൃത്തികളുടെ കണ്ടൻസ് കൂടുതൽ ആഡ് ചെയ്തപ്പോൾ യോഹന്നാൻ അങ്ങനെ ചെയ്തിട്ടില്ല. യോഹന്നാൻ ആകെ 7 അത്ഭുതങ്ങൾ മാത്രമേ യേശു ചെയ്തത് തൻ്റെ 22 അധ്യായം അടങ്ങിയ ഈ വലിയ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൂ. എന്നാൽ ഏകദേശം അവസാനമായിട്ട് യേശു ചെയ്ത ഒരു അത്ഭുതം യോഹന്നാൻ വർണ്ണിച്ചിരിക്കുന്നത് ലാസറിനെ ഉയർപ്പിക്കുന്ന സംഗതിയാണ്. ഏതാ? ലാസറിനെ ഉയർപ്പിക്കുക. അത് നമ്മൾ 11ാം അധ്യായത്തിലാണ് കാണുന്നത്. എന്നാൽ 12ാമത്തെ അധ്യായം മുതൽ തുടർമാനമായിട്ടുള്ള 10 അധ്യായങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കുക, വായിച്ചു നോക്കുക. അവിടെ എങ്ങും കർത്താവ് ചെയ്ത ഒരൊറ്റ അത്ഭുത പ്രവൃത്തി എഴുതിയിട്ടില്ല. ഉണ്ടോ? എന്നാൽ മറ്റ് സുവിശേഷകന്മാരാരും എഴുതാതെ പോയ വളരെ കാതലായ പുതിയ നിയമസഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളെക്കുറിച്ച് എഴുതിയത് യോഹന്നാനാണ് അല്ലേ. യോഹന്നാൻ മാത്രമാണ് യേശു തൻ്റെ തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്ത വാക്കുകൾ മുഴുവൻ ഓർമ്മയിൽ നിന്ന് ആത്മാവ് ഹേമിപ്പിച്ച് എഴുതി വെച്ചത്. വേറെ ആരും അത് എഴുതിയില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് നമ്മൾ കാണുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആദിയായ വചനങ്ങളൊക്കെ യേശു തൻ്റെ തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്തതാ. എന്ന് വെച്ചാൽ താൻ ലൈവായിട്ട് കേട്ടതാ. യോഹന്നാൻ മാത്രമല്ല അത് കേട്ടത്, അത് കേട്ട വേറൊരാളുകൂടെ സുവിശേഷം എഴുതിയിട്ടുണ്ട്. ആരാന്ന് പറയാമോ? ഈ 12 അപ്പോസ്തലന്മാരിൽ 2 പേര് സുവിശേഷം എഴുതി. ആരൊക്കെയാ? ഒന്ന് യോഹന്നാനും 12 അപ്പോസ്തലന്മാരെ അറിയാമെങ്കിലേ അത് പറയാൻ പറ്റൂ. രണ്ടാമത്തെ ആളാരാ? മത്തായി. അപ്പൊ മത്തായി ഇത് കേട്ടു. എന്നാൽ മത്തായി എന്ത് ചെയ്തില്ല? ഈ വാക്കുകളൊന്നും എഴുതിയില്ല. പ്രിയരെ നോക്കൂ, ഇന്നും നമ്മുടെ സഭയുടെ, നമ്മുടെ ആഗോള ക്രൈസ്തവ ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ എല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ വേണം അല്ലേ. ആർക്കാ ഇഷ്ടമില്ലാത്ത അത്ഭുതം കാണാൻ, വീര്യപ്രവൃത്തി കാണാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഞാനും നിങ്ങളും അടക്കം നമുക്കെല്ലാവർക്കും ഇങ്ങോട്ട് വന്ന ഉടനെ സൗഖ്യം വേണം അല്ലേ, വിടുതൽ വേണം, അത്ഭുതം വേണം, അടയാളം വേണം. ഇതിനെല്ലാം നമുക്ക് എല്ലാവർക്കും വലിയ താല്പര്യമാണ്. എന്നാൽ കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട് എന്നുള്ളിടത്താണ് വലിയ കാര്യം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് സ്തോത്രമൊക്കെ കുറയും, നല്ലപോലെ കുറയും. എനിക്കറിയാം കുറയുമെന്ന്. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? യേശുവിൻ്റെ പഠിപ്പിക്കലുകളോട് ഇന്നത്തെ സഭയ്ക്കും താല്പര്യമില്ല. 1ാം നൂറ്റാണ്ടിലെ ആ താല്പര്യം കുറഞ്ഞത് കണ്ടോണ്ടാ യോഹന്നാൻ സകലതും എഴുതി വെച്ചത്. സ്തോത്രം. അപ്പോൾ യേശു ദൈവമാണെന്ന് നമ്മൾ അറിയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ സേവിക്കുന്ന ദൈവം സാക്ഷാൽ ദൈവമാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ആ ദൈവത്തെ സേവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മാഹാത്മ്യമുള്ള കാര്യം.
സ്തോത്രം. എന്നാൽ അവിടെ പോയാൽ ആ ദൈവത്തെ ആരാധിച്ചാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന അണ്ടർസ്റ്റാൻഡിങ്ങിലാണെങ്കിൽ സംഗതി അല്പം പ്രശ്നമാണ്. സ്തോത്രം. നോക്കൂ, നമ്മളിന്ന് നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും. നമ്മുടെ സമൂഹത്തിൽ അത്ഭുത പ്രവൃത്തികൾ നടക്കുന്നിടത്തോട്ട് ആൾ ഒഴുകും, ഇല്ലേ? എന്നാൽ വചനം പ്രസംഗിക്കുന്നിടത്ത് ആള് കുറയും. അങ്ങനല്ലേ കണ്ടുവരുന്നത്? അത് അന്ന് മുതലേ ഉള്ളൊരു ട്രെൻഡാ. സ്തോത്രം. എന്നാൽ യേശുവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ, അതിൽ പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. സ്തോത്രം. നീ അത്ഭുതം ചെയ്യുന്നവനായോണ്ട് ഞാൻ നിന്റെ പുറകെ വരാന്നല്ല, നിത്യജീവന്റെ മൊഴികൾ നിന്റെ അകത്തുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. നമ്മൾ സേവിക്കുന്ന ദൈവം ഈ ഭൂമിയിൽ മാത്രം നമ്മളെ അനുഗ്രഹിച്ചും വിടുതൽ നിന്നും അത്ഭുതം കാണിച്ചും നടത്താവുന്നവനല്ല, അതിനപ്പുറം നിത്യജീവങ്കലേക്ക് നമ്മെ നയിക്കാൻ കഴിയുന്ന, മരണമില്ലാത്ത ആത്മാവിനെ നിത്യമായ അനുഭവത്തിൽ തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്ന ഏക വിശ്വാസം അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ മറ്റുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻസ് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾക്ക് കൊടുത്തത്, യേശുവിൻ്റെ വചനങ്ങൾക്ക് കൊടുത്തത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വചനത്തിനായിരിക്കണം ഇമ്പോർട്ടൻസ്. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഒരു കാര്യം അവിടെ കാണാൻ കഴിയുന്നു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി. എന്താ അവിടെ എഴുതിയേക്കുന്നത്? എല്ലാ സുവിശേഷകന്മാരും എഴുതിയിട്ടുള്ള അത്ഭുത പ്രവൃത്തികൾ നമുക്ക് പുസ്തകത്തിൽ കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള ഉദാഹരണമാണ് ലാസറിൻ്റെ ഉയർപ്പ്, അല്ലെങ്കിൽ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നത്. അപ്രകാരമൊക്കെ ഉള്ള കാര്യങ്ങൾ മിക്കവാറും എല്ലാ സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവരെല്ലാം എഴുതിയപ്പോൾ അവർ പറഞ്ഞു, ദിസ് ഈസ് എ മിറക്കിൾ, ഇതൊരു അത്ഭുതമാണ്. ശ്രദ്ധിക്കണേ, എന്താ പറഞ്ഞേ? ഇതൊരു അത്ഭുതമാണ്. നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? അനങ്ങുന്നില്ല, ഇല്ലയോ? നിങ്ങൾ മിറക്കിൾസിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അമാനുഷികമായ ദൈവപ്രവൃത്തികൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തനാണ്. ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞില്ല, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച സംഗതി മറ്റുള്ള സുവിശേഷകന്മാരെല്ലാം പറയുന്നു ഇതൊരു അത്ഭുതമാണ്. എന്നാൽ യോഹന്നാൻ മനഃപൂർവ്വം അത്ഭുതം അഥവാ മിറക്കിൾ എന്ന വാക്ക് അവോയ്ഡ് ചെയ്തിരിക്കുക. അതിന് പകരം യോഹന്നാൻ ഉപയോഗിച്ച പദം എന്തുവാ? അതാണ്ട് നമ്മൾ വായിച്ച പുസ്തകത്തിൽ ഉണ്ട്. എന്തുവാ? അടയാളം. അപ്പൊ അത്ഭുതം എന്ന വാക്ക് മനഃപൂർവ്വം ഒഴിവാക്കി അദ്ദേഹം സഭയോട് പറയാന്ന്, ഇത് അത്ഭുതമല്ല, അതിനപ്പുറം ഇതൊരു അടയാളമാണ്. അപ്പം ന്യായമായിട്ടും നിങ്ങൾക്കിപ്പോൾ ഒരു ചോദ്യം മനസ്സിലുണ്ടാവും, എന്താണ് അത്ഭുതവും അടയാളവും തമ്മിലുള്ള വ്യത്യാസം? അല്ലേ? ന്യായമായ ചോദ്യമാണ്. സംഭവം ഒന്നാണ്, നടന്ന സംഗതി ഒന്നാണ്. പക്ഷെ ഒരു കൂട്ടർക്കത് അത്ഭുതമാണ്, മറ്റൊരു കൂട്ടർക്കത് സ്തോത്രം. അപ്പോൾ ഇംഗ്ലീഷിൽ വണ്ടർ എന്ന് പറയും, അല്ലെ മിറക്കിൾ. അപ്പുറത്ത് അടയാളത്തിന് സൈൻ എന്ന് പറയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങൾ നോക്കൂ, യേശു ചെയ്ത വീര്യപ്രവൃത്തികളെ മുഴുവൻ യോഹന്നാൻ അവതരിപ്പിച്ചത് സൈൻസ് ആയിട്ടാണ്, അടയാളങ്ങളായിട്ടാണ്. എന്താണ് അത്ഭുതം? അത്ഭുതം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. അത്ഭുതം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റാത്ത, ഒരു ലബോറട്ടറിയിലും തെളിയിക്കാൻ പറ്റാത്ത ഒരു സംഗതിയെ നമുക്ക് അത്ഭുതം എന്ന് വിളിക്കാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഇന്ന് മൈക്ക് തന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഒരു അത്ഭുതം പറയാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം പോലെ സംഗതി പറയാനുണ്ട്. ഉള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കേ. ഹല്ലേലൂയ. ഒരുപാട് അത്ഭുതങ്ങൾ. നമ്മളിങ്ങനെ ഇരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. സ്തോത്രം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. നമ്മുടെ വാത്സല്യ അച്ചായനെ 2 കൈയും പരിക്ക് പറ്റി ഗുരുതരമായൊരവസ്ഥയിൽ കൂടെ കടന്നുപോയി. ദൈവം തന്നെ വിടുവിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഇപ്പോൾ തൻ്റെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടേക്കുക, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ആ കൈയിലെ പ്ലാസ്റ്ററൊക്കെ ഇളക്കി പൂർണ്ണ സൗഖ്യമാകുമ്പോൾ അത് ദൈവത്താൽ സംഭവിച്ച ഒരു അത്ഭുതം. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വീഴ്ച വീണിട്ടും മരണത്തിലേക്ക് പോകാതിരുന്നത് ഒരു അത്ഭുതമാണ്. ആണോ? എല്ലാവരും ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ അത്ഭുതം കൊണ്ട് അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത്, ആണോ അല്ലയോ? അച്ചൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ അതൊരു അനുഗ്രഹമായിരിക്കും. ഇനി അതും കൂടെ അല്പം കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ സഭയ്ക്കും ദൈവദാസനും അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്ന ആത്മീയ കൂട്ടായ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ അതൊരു ആശ്വാസവും ഒരു 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 അനുഗ്രഹമൊക്കെ ആയിരിക്കും. അതിനപ്പുറം ആർക്കാ അതുകൊണ്ട് ഗുണം?
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു വലിയ അത്ഭുതം ചെയ്തു. അപ്പോൾ ആ വലിയ അത്ഭുതം കൊണ്ട് ആർക്കാ ഗുണം? നിങ്ങൾക്ക് എന്നാ ഗുണം? നിങ്ങൾക്ക് എന്തോ ഗുണം? നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക, ഈ പുള്ളി എന്തോ പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്തതുകൊണ്ട് അത് ഒരു അത്ഭുതമായി മാത്രം ഇരിക്കെ അതുകൊണ്ടുള്ള ഗുണം എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടുള്ള ഗുണം എനിക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ അതേ സംഗതി തന്നെ അടയാളമാകുന്നിടത്താണ് അത് സഭയ്ക്ക് പ്രയോജനമുള്ളതാകുന്നത്, അത് ദൈവനാമത്തിന് പ്രയോജനമുള്ളതാകുന്നത്. അടയാളം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ എൻ്റെ ഈ കൈയിലോട്ട് നോക്കുമ്പോൾ ഒരു ഫിംഗർ കുറവുണ്ട് അല്ലേ? നോക്കിയേ, കണ്ടോ? എല്ലാവരും കാണാം. ഒരു ഫസ്റ്റ് ഫിംഗർ കാണുന്നില്ല അല്ലയോ? ബോധമുള്ളവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഈ കയ്യിൽ ഒരു അടയാളമുണ്ട്, എന്ന് വെച്ചാൽ സ്റ്റിച്ചൊക്കെ ഇട്ടേക്കുന്നതിൻ്റെ പാടുണ്ട്. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ജന്മനാ ഉള്ള പ്രശ്നമല്ല, മുറിച്ച് കളഞ്ഞതാണ് അല്ലേ? അപ്പം ഇത് മറ്റെന്തിലേക്കോ വിരൽ ചൂണ്ടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു അടയാളമാണ് നിങ്ങൾക്ക്. ഈ പുള്ളിയുടെ പാസ്റ്റ് ലൈഫിൽ എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചിന്തിക്കാം. ഞാനിത് പറയുന്ന വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചിന്തിക്കാം അല്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാം ഈ പുള്ളി എവിടെയോ പോയി വാളിന് പിടിച്ചതാ, അല്ലെങ്കിൽ ഏതോ മിഷൻ്റെ ഇടയിൽ കൈ കൊണ്ടിട്ടതാ, അല്ലേ പുള്ളി പണ്ടൊരു ഗുണ്ടയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചിന്തിക്കാം അല്ലയോ? കാരണം എന്താ? ഇത് നിങ്ങളെ മറ്റെന്തിലേക്കോ ഫോക്കസ് ചെയ്യിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? എൻ്റെ ഒരു സംസാര ശൈലി ഇങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്ന ആശയം? അപ്പോൾ ഇത് ഒരു ചെറിയ അടയാളമാണ്. ഇതുപോലെയാണ് യോഹന്നാൻ പറയുന്നത്, യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളെല്ലാം ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ മിറക്കിൾ, ഇറ്റ് ഈസ് എ സൈൻ. ഇത് കേവലം ഒരു അത്ഭുതമല്ല, അതിനപ്പുറം സഭയെ ഇതൊരു അടയാളമാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാ. അവരോടാ യോഹന്നാൻ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, യേശു നിങ്ങൾ ക്രൂശിച്ചു കൊന്നവൻ അവൻ കേവലം ഒരു അത്ഭുത പ്രവർത്തകനല്ല. ഇസ്രായേലിൽ യേശു അല്ലാതെ വേറെ അത്ഭുത പ്രവർത്തകരുണ്ടായിരുന്നു. ശീലോഹാം കുളത്തിൻ്റെ അടുക്കൽ പോകുമ്പോൾ അവിടെ ആ കുളക്കടവിൽ കിടക്കുമ്പോൾ ആ കുളക്കടവിൽ ഇറങ്ങി ദൂതം വന്ന് കുളം കലക്കുമ്പോൾ ആദ്യം ചാടുന്നവൻ ആരായാലും അന്ന് സൗഖ്യമാകുമായിരുന്നു. അപ്പോൾ ആ കുളത്തിൽ കൂടെ വിടുതൽ കിട്ടും. യേശു തന്നെ വേണമെന്ന് അങ്ങനെ ചാടാൻ വയ്യാത്ത ഒരുത്തനെയാണ് കർത്താവ് സൗഖ്യമാക്കി. അപ്പോൾ അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അല്ലേ? പെന്തിക്കോസിനകത്ത് മാത്രമല്ല അത്ഭുത സൗഖ്യങ്ങൾ നടക്കുന്നത്. അതിന് പല ധ്യാന കേന്ദ്രങ്ങളിലും പല മത വിശ്വാസ കേന്ദ്രങ്ങളിലും പലയിടത്തും അവിടെ ഇവിടെയൊക്കെ അതും ഇതുമൊക്കെ നടക്കുന്നുണ്ട്. ആം ഐ റൈറ്റ്? നിങ്ങൾ നോക്കിക്കോ, പലയിടത്തും പലതും നടക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട് കൊല്ലത്ത്. അവിടെ ഈ തലമുറകളില്ലാത്തവർ വന്ന് ചെയ്യുന്ന ഒരു വിശ്വാസ ആചാരമുണ്ട്. അവിടെ ഒരു വലിയ മരം നിൽപ്പുണ്ട്, ഒരു ആൽമരം. അതിൻ്റെ മുമ്പിലുള്ള കടയിലെല്ലാം ഈ കുഞ്ഞു പിള്ളേരെ കിടത്തുന്ന തൊട്ടിലുണ്ടല്ലോ, തൊട്ടിൽ ക്രെഡിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സാധനമുണ്ട്. അത് ആ തൊട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ അവിടെ കെട്ടിയിട്ടിട്ട് പ്രാർത്ഥിച്ചാൽ 100 പേര് കെട്ടുമ്പോൾ 20 പേർക്ക് കിട്ടും പിള്ളേരെ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ മിറക്കിൾ ക്യാൻ ഹാപ്പൻ എനിവേർ. മനസ്സിലായോ? അപ്പോൾ ഈ മിറക്കിൾ മാത്രമാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ ആധാരമെന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്ക് തെറ്റി. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം അപ്പോൾ യോഹന്നാൻ സഭയോട് പറയാം, സഭയെ ഇത് കേവലം ഒരു അത്ഭുതമല്ല. യഹൂദന്മാരാണ് പുള്ളിയുടെ ഫസ്റ്റ് ഓഡിയൻസ്. അവരോടാ പറയുന്നത്, നിങ്ങൾ കേവലം യേശുവിനെ മറ്റുള്ളവരെ പോലെ ഒരു വണ്ടർ വർക്കറായിട്ട് കാണരുതേ. അവൻ കേവലം ഒരു അത്ഭുത പ്രചാരകനോ അത്ഭുതം ചെയ്യുന്നവനോ അല്ല. പിന്നെന്താ യോഹന്നാൻ പറയാ? അത് കേവലം ഒരു അത്ഭുതമല്ല, അതൊരു അടയാളമാണ്. എന്തടയാളം? നിങ്ങളുടെ മുമ്പിൽ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവൻ, നിങ്ങൾ ക്രൂശിച്ചു കൊന്നവൻ, അവൻ കേവലം ഒരു അത്ഭുതദായകനല്ല, അതിനപ്പുറം ദൈവവചനത്തിന്റെ നിവൃത്തിയായി യഹൂദരെ നിങ്ങൾ കാത്തിരുന്ന മശിഹയാണ്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ക്രിസ്തുവെന്ന് അടയാളമാക്കി യോഹന്നാൻ സഭയോട് വിളിച്ചു പറയുക. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ദൈവമാണോ അതോ നമ്മുടെ രക്ഷകനാണോ?
ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. സ്തോത്രം. അതിൽ നിന്ന് തന്നെ മറ്റൊരു ദൂതും കൂടെ ഞാൻ പറയാം. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഏതെങ്കിലുമൊക്കെ അത്ഭുത പ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് ഇന്ന് ഈ വിശ്വാസധാരയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ബെനിഫിഷ്യറി നമ്മൾ മാത്രമായിരിക്കുന്നെങ്കിൽ നമ്മൾ ഒരു പരിധിവരെ ദൈവത്തോട് സ്നേഹമില്ലാത്തവരാണ്. എന്നാൽ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതം ചെയ്തത് ലോകത്തിനൊരു അടയാളമാകാനാ. ഹല്ലേലൂയ. ലോകത്തിനൊരു അടയാളമാകാൻ ഈ 21-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിൻ്റെ അടയാളങ്ങളായി തീരുവാനുള്ളവരാ ഈ മഹനേദാൻ കൂട്ടായ്മയ്ക്കകത്തിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചത് അടയാളങ്ങളാവാനാ. അത്ഭുതത്തിൻ്റെ ഉപഭോക്താവായിരുന്ന കേവലം ഒതുങ്ങിപ്പോകാനല്ല നമ്മളെ വിളിച്ചത്. നമ്മളെങ്ങനെയാ ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്താൽ അടുത്ത ഞായറാഴ്ച സഭായോഗത്തിൽ നീട്ടി ഒരു സാക്ഷ്യം, അതോടുകൂടെ നമ്മുടെ അടയാളം കഴിഞ്ഞു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതിനല്ല പ്രിയരെ നമ്മളെ വിളിച്ചത്. എല്ലാ കാലത്തും കർത്താവിൻ്റെ അടയാളങ്ങളായി. ആമേൻ. നമ്മുടെ ഈ സമൂഹത്തിൽ ദശലക്ഷക്കണക്കിന് മനുഷ്യർ ദൈവസ്നേഹം എന്തെന്നറിയാതെ പുറത്ത് കിടപ്പുണ്ട്. അവരിൽ ചിലർക്കെങ്കിലും ക്രിസ്തുവിലേക്കുള്ള ഒരു അടയാളങ്ങളായി തീരുവാൻ ഈ കാലഘട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിക്കുക. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തത്. അതിനുവേണ്ടിയാണ് അവൻ നമ്മെ വിടുവിച്ചെടുത്തത്. അതിനുവേണ്ടിയാണ് അവിടുന്ന് നമ്മെ ഈ കൂട്ടായ്മയ്ക്കകത്ത് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ആത്മാവിൽ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളായി തീർന്നാൽ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അടയാളങ്ങളാകാൻ തയ്യാറായാൽ, ഈ ആലയത്തിനകത്ത് ഉൾക്കൊള്ളാത്ത തരത്തിൽ ജനങ്ങൾ ഇതിനകത്ത് ഇടിച്ചു കയറും. ജനസമൂഹങ്ങൾ ഇതിനകത്ത് ഇടിച്ചു കയറും. 1, 2, 3 ഭാഷകളിൽ ഇതിനകത്ത് പ്രസംഗിച്ചാൽ തീരാത്തടത്തോളം നിലവാരത്തിൽ സഭയുടെ വളർച്ച ദൈവത്താൽ സാധ്യമാകും. പക്ഷെ നമ്മളെല്ലാവരും അടയാളങ്ങളാകാതെ ദൈവത്തോട് നന്ദിയില്ലാത്തവരായി, ആമേൻ, അത്ഭുതത്തിൻ്റെ ഉപഭോക്താവായി മാത്രം ആ നന്മ അനുഭവിച്ച് അനങ്ങാതിരിക്കുന്ന കാലം മതിയാക്ക്. നമ്മെ ദൈവം വിളിക്കുന്നത് അടയാളങ്ങളാകാൻ. നമ്മുടെ സഭയുടെ അടയാളമാകാൻ വേണ്ടി ഒരു ദൈവദാസനും ഭാര്യയും തൻ്റെ കുടുംബവും മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും സുവിശേഷത്തിൻ്റെ അടയാളങ്ങളാകാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന എൻ്റെ ചിന്ത. പ്രിയരെ, നമ്മളുടെ ജീവിതത്തിലൊക്കെ ദൈവം ചെയ്യുന്നത് ചിലർക്കെങ്കിലും അടയാളങ്ങളാകണം. ഒന്നുകിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, നിങ്ങൾ സഹകരിക്കുന്നിടത്ത്, നിങ്ങളുടെ അയൽക്കാർക്ക്, നിങ്ങളോട് പ്രിയമുള്ളവർക്ക്, നിങ്ങൾക്കൊരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ആരോടെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ യേശുവിൻ്റെ സ്നേഹത്തെ പറ്റി പറയാൻ നിങ്ങൾ തയ്യാറാകണം. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ഞാൻ ഒരു ടാക്സിയിൽ ഗുഡ്ഗാവിൽ നിന്ന് ഇവിടെ വരെ യാത്ര ചെയ്തു. എനിക്ക് ഹിന്ദിയൊന്നും അറിയത്തില്ല. എൻ്റെ കൂടെ ആ വണ്ടി ഓടിച്ചതൊരു UP കാരനാണ്. അവൻ്റെ അടുത്ത് എനിക്ക് അറിയാവുന്ന പൊട്ടൻ ഹിന്ദിയിലൊക്കെ ഞാൻ അവനോട് ഇച്ചിരി നേരമൊക്കെ ദൈവസ്നേഹത്തെ പറ്റിയൊക്കെ സംസാരിച്ചു. എനിക്കറിയാവുന്ന ഹിന്ദിയില്ല. പക്ഷെ അവൻ വളരെ ശ്രദ്ധയോടെ കേട്ടു. അവൻ UP കാരനായതുകൊണ്ട് ആദ്യം എനിക്കൊരു ചിന്തയുണ്ട്, അവൻ മറ്റേ പുള്ളിയുടെ ആളാന്നോ, നമുക്കറിയാമല്ലോ. പക്ഷെ അല്ലായിരുന്നു. ആ പുള്ളി വളരെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞതൊക്കെ അവന് മനസ്സിലായെന്ന് തോന്നുന്നു. എൻ്റെ പൊട്ട ഹിന്ദിയാണ്, എനിക്ക് വലുതായിട്ട് ഹിന്ദിയൊന്നും അറിയത്തില്ല. എൻ്റെ ഭാര്യ ബോംബെയിലുള്ള ആളാണ്, അതുകൊണ്ട് അവൾക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം. അവളെ മമ്മിയോട് എപ്പോഴും ഹിന്ദിയിൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാനത് ഹിന്ദി പഠിച്ചെടുത്തു ഒരു പരുവത്തിന്. എനിക്കത് ആവശ്യമായിരുന്നു. അങ്ങനെ സ്വത്രം പറഞ്ഞില്ലാരും. ഞാൻ അങ്ങനെ ഹിന്ദി പഠിച്ചുകൊണ്ട് എനിക്ക് ഈ എന്ത് പറഞ്ഞാലും മനസ്സിലാവും. ഔട്ട് ഗോയിങ് ഇല്ലെങ്കിൽ ഇൻകമ്മിങ് നല്ലപോലെ ഉണ്ട്. മനസ്സിലായോ? കാര്യം എനിക്ക് മനസ്സിലാവും പറഞ്ഞ. അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന തട്ടിമുട്ടുമൊക്കെ വെച്ച് ഞാൻ ആ പുള്ളിയോട് കുറച്ച് നേരം ദൈവസ്നേഹത്തെ പറ്റി പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് എൻ്റെ അനുഭവ സാക്ഷ്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ പോകുവാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നു. പ്രിയരെ, നമ്മളെ എല്ലാവരെയും കർത്താവിൻ്റെ അടയാളങ്ങളാക്കി വെച്ചിരിക്കുക. എന്നെ മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെയും. ഞാൻ എൻ്റെ 14 വയസ്സിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വെച്ച് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റ്, ഞാനൊരു ഓട്ടോയിൽ പോകുമ്പം ഓപ്പോസിറ്റ് വന്നൊരു ജീപ്പ് ഞങ്ങൾ സഞ്ചരിച്ച വണ്ടിയിൽ ഇടിച്ചേച്ച് അങ്ങനെയാണ് എൻ്റെ ഈ ഫിംഗർ പോകുന്നത്. ഇപ്പോൾ കാര്യം മനസ്സിലായില്ല, അടയാളം എന്തായിരുന്നു എന്ന് ഇപ്പം മനസ്സിലായി. ഈ ഫിംഗർ എനിക്ക് അങ്ങനെ നഷ്ടപ്പെട്ടത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു മെയിൻ റോഡുണ്ട്, ചീരങ്കാവ് പുത്തൂർ റോഡിൻ്റെ ആ റോഡിൽ വെച്ചാണ് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. എൻ്റെ ഈ വലത് കൈയുടെ അസ്ഥികളെല്ലാം ഒടിഞ്ഞുപോയി. ഈ 2 പരിക്കുകളേക്കാൾ ഉപരി എൻ്റെ ലിവറിൽ ഈ ജീപ്പിൻ്റെ ബോണറ്റ് വന്ന് ഈ വയറിൻ്റെ ഈ ഭാഗത്ത് ശക്തമായിട്ട് ഇടിച്ചതുകൊണ്ട്
എൻ്റെ ലിവറിന് സ്പ്ലിറ്റ് ഉണ്ടായി. ലിവർ സ്പ്ലിറ്റായി പോകുന്ന ഒരവസ്ഥ. 2003 ഈ സംഗതി ഉണ്ടാകുന്നത്. അന്ന് എനിക്ക് 14 വയസ്സേ ഉള്ളൂ. 2003 വളരെ ഗുരുതരമായ ഒരു സാഹചര്യമായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വലിയ ഒരു ശസ്ത്രക്രിയയൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റത്തില്ല, ഈ കുഞ്ഞ് ജീവനിലേക്ക് മടങ്ങി വരുമെന്ന് ഉറപ്പൊന്നും ഞങ്ങൾക്കില്ല, സ്ഥിതി അല്പം ഗുരുതരമാണ്, ഹെവി ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ചുരുക്കി അങ്ങ് പറയാമല്ലോ, നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞതൊന്നും അല്ല ജീവിതത്തിൽ നടന്നതെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് ഈ വചനം വിശ്വസിച്ച്, ഈ അനുഭവങ്ങൾ വിശ്വസിക്കുന്നവർക്ക് വൈദ്യശാസ്ത്രത്തിൻ്റെ റിപ്പോർട്ടുകൾ പലതും എടുത്ത് മാറ്റിവെക്കേണ്ടി വരും. വൈദ്യശാസ്ത്രം അവർ പഠിച്ചതേ പറയാൻ പറ്റൂ, അത് അവരുടെ കുറ്റമല്ല. അവർക്ക് ഹ്യൂമൻ ബോഡിയെ പറ്റി അവർ നടത്തിയിട്ടുള്ള അനാട്ടമിക്കൽ സ്റ്റഡിക്കനുസരിച്ച് അവർക്ക് പറയാൻ പറ്റൂ, അത് അവരുടെ കുഴപ്പമല്ല. എന്നാൽ ആ അനാട്ടമി സൃഷ്ടിച്ചവനാണ് നമ്മളോട് പറയുന്നത് എനിക്കെന്തും സാധ്യമാ. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ഗ്യാരണ്ടിയിൽ ഞാൻ ജീവനോടെ പുറത്തു വന്നു. ചെറിയൊരു നഷ്ടം, ഒരു അടയാളം എനിക്ക് കർത്താവ് അവശേഷിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. എൻ്റെ ശരീരത്തിലൊക്കെ ഒത്തിരി സർജറിയുടെ പാടുകൾ കുറേ ഉണ്ട്. എങ്കിലും കൃപയാൽ ആ അപകടത്തിൽ നിന്ന് 1-2 സർജറികൾ വേറെ കൈക്ക് സ്റ്റീലിടാനും ഒക്കെ ചെയ്യേണ്ടി വന്നെങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് തന്നെ ആ അപകടത്തിൽ നിന്ന് വിടുവിച്ചു. വർഷങ്ങൾ കുറേ മുൻപോട്ട് പോയി. 10ാം ക്ലാസ്, +2 ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ 18 വയസ്സിൽ, ആ സമയത്ത് എൻ്റെ പിതാവ് ഒരു കൂലിപ്പണിക്കാരനാണ്. എൻ്റെ അമ്മ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കാഷ്യൂ ഫാക്ടറികൾ, കശുവണ്ടി ഫാക്ടറികൾ ഇഷ്ടം പോലെയുണ്ട്, അവിടുത്തെ ഒരു ജോലിക്കാരിയായിരുന്നു. ഞങ്ങളുടെ കൊല്ലക്കാരൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അവർക്ക് ഈ കാഷ്യൂ ഫാക്ടറി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ച് കളയരുത് കേട്ടോ, ഇത് വലിയ സംഭവമാണെന്നും വിചാരിക്കരുത്. അത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ലോക്കൽ കുടിൽ വ്യവസായ സെറ്റപ്പാണ് ഈ കാഷ്യൂ ഫാക്ടറി എന്ന് പറയുന്നത്. എനിക്ക് മൂത്ത ഒരു സഹോദരനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് 20 വയസ്സ്, എനിക്ക് 18 വയസ്സ്. 2017-18 ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒരു പഴയ വീട്, ആ വീട് പൊളിച്ചൊരു പുതിയ വീട് നിർമ്മിക്കാനായിട്ടുള്ള പ്രവൃത്തികളിൽ ഞങ്ങളിങ്ങനെ വ്യാപൃതരായിരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ അതിൻ്റെ പരമാവധി ജോലികളൊക്കെ തന്നെയായിരുന്നു ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ ഈ വലത് കാലിൻ്റെ മുൻവശത്തായിട്ട്, ഈ കൊതുമ്പല്ലെന്ന് പറയും, ടിബിയ എന്ന് പറയുന്ന ആ ബോണിന് മുൻവശത്തായിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഒരു 1.5 വർഷം പഴക്കമുള്ള ഒരു ചെറിയ മുഴ. അതിങ്ങനെ വളർന്നു വന്ന്, എന്നാൽ ഞങ്ങളത് എങ്ങും കാണിക്കുകയൊന്നും ചെയ്തിട്ടില്ല, കാരണം എനിക്കതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. എന്നാൽ ഈ വീട് പണിയോടുള്ള ബന്ധത്തിൽ ഇച്ചിരി ജോലിയൊക്കെ ചെയ്തപ്പം എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ശസ്ത്രക്രിയ ചെയ്ത് അത് റിമൂവ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്റ്റിച്ചൊക്കെ എടുത്ത് എനിക്ക് ആ ബുദ്ധിമുട്ടങ്ങ് മാറിയതുപോലെയൊക്കെ ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ നോർമലായി. എന്നാൽ ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ അവർ അടിയന്തരമായിട്ട് വിളിപ്പിച്ചു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞത്, എൻ്റെ അമ്മയും എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോൻ്റെ കാലയിൽ നിന്നെടുത്ത മുഴയ്ക്കകത്ത് അല്പം ഗുരുതരമായൊരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തുള്ള റീജിയണൽ ക്യാൻസർ സെൻ്ററുമായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. അന്ന് വരെ എനിക്ക് ഈ മനുഷ്യൻ്റെ കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ വരുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. ഞാൻ വല്ലാതെ ഡെസ്പായി പോയി. എൻ്റെ അമ്മ അവിടെ നിന്ന് കരയാനൊക്കെ തുടങ്ങി. ഞങ്ങൾ വളരെ വിഷണ്ണരായി ഭവനത്തിലേക്ക് മടങ്ങി. തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ RCCയിലേക്ക് പോകാനുള്ള ക്രമീകരണം ചെയ്തു. അവിടെ പോയി ഈ കാലയിൽ നിന്നെടുത്ത മുഴയുടെ ഒരു ഭാഗം അവിടെ ചെക്കപ്പിന് വേണ്ടി കൊടുത്തു. അവിടെ ചെക്കപ്പ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പം വന്നു. ഇപ്പോൾ സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ എന്ന് പറയുന്ന വളരെ അപകടകരമായ ഒരു ക്യാൻസർ രോഗമാണ് എന്നെ ബാധിച്ചിരിക്കുന്നതെന്ന് ഉള്ള ഒരു ലബോറട്ടറി റിപ്പോർട്ടാണ്, പത്തോളജി റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വേദനാജനകമായ ഒരു സാഹചര്യത്തിലേക്ക് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതമൊക്കെ പെട്ടെന്ന് മാറ്റപ്പെട്ടു. എൻ്റെ ഭവനത്തിലെ ഇളയ മകനാണ് ഞാൻ. എൻ്റെ 18ാം വയസ്സിൽ എനിക്ക് ഇതുപോലൊരു മാരക രോഗം വരുമ്പോൾ ന്യായമായിട്ടും വിമർശനങ്ങൾ കേൾക്കാൻ ഇടയാകും. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും. ഇത്തരത്തിലുള്ള എല്ലാ അവസ്ഥകളും ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായി. എൻ്റെ 18ാം വയസ്സിൽ RCC പോലെ ഏത് മനുഷ്യനും ഭയമുണ്ടാക്കുന്ന ഒരു ആശുപത്രിയുടെ വരാന്തയിലേക്കായി എൻ്റെ ജീവിതം. അവിടെ കയറി ഇറങ്ങാൻ തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്യാൻസർ ചികിത്സ എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല.
അതിന് എല്ലാ തരത്തിലും അതിൻ്റെതായ പ്രതിസന്ധികളുണ്ട്. എൻ്റെ കാലയിൽ RCCയിൽ വീണ്ടും സർജറി ചെയ്തു. പലതവണ 1-2 തവണ RCC ശസ്ത്രക്രിയ ചെയ്തു. അതിൻ്റെ എല്ലാം റിസൾട്ടിൽ ഈ രോഗം ഇന്നത് തന്നെയാണെന്ന് അവർ കൺഫേം ചെയ്യുകയും അതിനുശേഷം മറ്റ് ചികിത്സകൾക്കായിട്ട് അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ എൻ്റെ വലതുകാലിൽ 28 പ്രാവശ്യം റേഡിയേഷൻ ചെയ്തു. 6 പ്രാവശ്യം എൻ്റെ ശരീരത്തിൽ കീമോതെറാപ്പി ചെയ്തു. ഇത് പറഞ്ഞപ്പോൾ ഒരു സെക്കൻഡേ എടുത്തുള്ളൂ, പക്ഷേ ചെയ്യാൻ ഒരു 1.5 വർഷം എടുത്തു. ഇത്രയും ചികിത്സ, ഈ സർജറിയും റേഡിയേഷനും കീമോയും ഒക്കെ ആയിട്ട് ചെലവഴിച്ച നാളുകൾ ഏതാണ്ട് 1.5 വർഷത്തോളമായിരുന്നു. നോക്കൂ, ഈ 1.5 വർഷത്തോളം സമയം കൊണ്ട് എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഒരു വെള്ളത്തിലെ ആമ്പൽ പോലുള്ള ഒരവസ്ഥയുള്ള സാധാരണക്കാരാണ്. എന്നാൽ അതെല്ലാം തകിടം മറിഞ്ഞ് താറുമാറായി, നാമാവശേഷമായി. എല്ലാം കൊണ്ടും വല്ലാത്ത പ്രതിസന്ധികൾ ഉണ്ടായി. ശാരീരികമായും മാനസികമായും ഒക്കെ ഞാൻ തകർന്നപ്പോൾ എൻ്റെ കുടുംബം ഭൗതികമായിട്ടുമൊക്കെ ഒരുപാട് തകർച്ചകളിലേക്ക് പോകുന്ന അവസ്ഥകൾ, അങ്ങനെ വലിയ വെല്ലുവിളികൾ ഞങ്ങൾക്ക് നേരിട്ടു. എൻ്റെ മാതാപിതാക്കൾ താരതമ്യേന വിദ്യാസമ്പന്നരായ ആൾക്കാരൊന്നുമല്ല, സാധാരണക്കാരാണ്. അതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തിലും അവർ സാധാരണ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ജീവിക്കുന്നവർ. അതിനപ്പുറം അഗാധമായ ദൈവവചന പാണ്ഡിത്യമോ ആത്മീക അറിവോ ജ്ഞാനമോ ഒന്നും ഉള്ളവരല്ല എൻ്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു രോഗത്തിൻ്റെ അവസ്ഥയിൽ കൂടെ പോകുന്ന എനിക്ക് ബലം തരാൻ പറ്റുന്ന ആത്മീക അനുഭവങ്ങളൊന്നും, അല്ലെങ്കിൽ അത്രയും ആഴമുള്ള അറിവൊന്നും എൻ്റെ മാതാപിതാക്കൾക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ആശുപത്രിയിലെ ആ രോഗചികിത്സാ കാലഘട്ടത്തിൽ അവിടെ വെച്ച് അവിചാരിതമായി ഞങ്ങൾ പരിചയപ്പെട്ട ഒരു കർത്തൃദാസനുണ്ടായിരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്ററായിരുന്നു. ഒരേ വിശ്വാസം പേറുന്നവരും, അതിലുപരി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കായിരുന്നു അസുഖമുണ്ടായിരുന്നത്. എനിക്ക് വന്നതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെയായിട്ട് വന്ന രോഗം ആ സഹോദരിയുടെ മുട്ടിന് അല്പം മുകളിലായിട്ട് കാലിൻ്റെ തുടയുടെ ഭാഗത്തായിട്ടായിരുന്നു അവർക്ക് അസുഖം വന്നത്. അത് മാത്രമല്ല, ഡയഗ്നോസിസും സെയിം ആയിരുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾക്കിടയിലൊരു വലിയ ഇഴയെടുപ്പമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ജോജി എന്നായിരുന്നു. ആ ജോജി പാസ്റ്റർ എന്നെ കാണുമ്പോഴൊക്കെ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വാക്കുകളൊക്കെ എന്നോട് പറയുകയും ഒത്തിരി എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു മിഥ്യാ മോഹം, ഒരു ചിന്ത ഇങ്ങനെ വന്നു. ഈ ദൈവദാസൻ ശക്തമായി പ്രാർത്ഥിക്കുകയും ഇത്രയും എന്നെ ബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സൗഖ്യമാകുന്ന കൂട്ടത്തിൽ എനിക്കും സൗഖ്യമാകും എന്ന ഒരു ചിന്ത എൻ്റെ ആ ചാബല്യമുള്ള 18ാമത്തെ വയസ്സിൽ വന്ന് പിടിപ്പെട്ടു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോട് വളരെ ചേർന്നിരുന്ന് ഞാനിങ്ങനെ വിശ്വാസത്തിൽ മുന്നേറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ 4ാമത്തെ കീമോയുടെ സമയത്ത് ഈ വാത്സല്യ സഹോദരി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പെട്ടെന്നായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. ഞങ്ങൾ കീമോയ്ക്കായി ആശുപത്രി ചെല്ലുമ്പോഴാണ് ജോജി പാസ്റ്റർ കരഞ്ഞ് നിലയും വിളിച്ച് എൻ്റെ അടുക്കലേക്ക് വരുന്നത്. സ്തോത്രം. നിമിഷ നേരങ്ങൾക്കപ്പുറം വെള്ള പുതച്ച അവരുടെ ഡെഡ് ബോഡി പുറത്തു കൊണ്ടുവരുന്നതാണ് ഞാൻ കണ്ടത്. ഞാനാകെ തകർന്നുപോയി. എനിക്കത് മനസ്സിലായില്ല. എൻ്റെ പേരൻസ് അറിഞ്ഞിരുന്നു, പക്ഷേ ഞാൻ അറിഞ്ഞില്ല. അവിടെ വെച്ച് കണ്ടപ്പോൾ ഞാനാകെ തകർന്നുപോയി. അപ്പോൾ എൻ്റെ വിശ്വാസം മൊത്തം ഒറ്റയടിക്ക് താഴെ വീണു. എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. അദ്ദേഹത്തിന് അത്രയും പ്രിയപ്പെട്ടവളാണ്. അവർ പോയെങ്കിൽ ഇനി എനിക്ക് വലിയ ആയുസ്സൊന്നുമില്ല. ഇത് ഏകദേശം ഞാൻ അന്ന് ഉറപ്പിച്ചു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇദ്ദേഹം കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പോലെ എൻ്റെ അപ്പനും അമ്മയും വലിയ താമസമില്ലാതെ ഇവിടെ നിന്ന് കരയും, ഞാനും ഉടനെ മരിക്കും. പിന്നെ എൻ്റെ മനസ്സിൽ പിശാച് ഇങ്ങനെ എന്നെ ഭരിക്കാൻ തുടങ്ങി. പിശാച് എന്നോട് പറയാൻ തുടങ്ങി, നീ പിന്നെയും ഇങ്ങനെ ബാധ്യത ഒപ്പിക്കാതെ, ഇങ്ങനെ ബുദ്ധിമുട്ടൊപ്പിക്കാതെ എത്രയും പെട്ടെന്ന് ആത്മഹത്യയ്ക്കുള്ള വഴി നോക്കുക. കാരണം എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഈ സാമ്പത്തിക വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ മാതാവും പിതാവും ഒക്കെ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സംസാരങ്ങളോ ചള്ളപ്പൊട്ടോ ഒക്കെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് ഞങ്ങളുടെ. അതുകൊണ്ട് തന്നെ അവരുടെ അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ഒത്തിരി നിരാശ ഉണ്ടായി. ഞാൻ വിചാരിച്ചു, ഇറ്റ് ഈസ് ബെറ്റർ ടു ഡു സൂയിസൈഡ് എന്ന ഒരു ചിന്തയിലൂടെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ മാതൃസഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയമായിരുന്നു. മാതാപിതാക്കളുടെ നിർബന്ധത്താലാണെങ്കിലും ഞാൻ ആ സഭായോഗത്തിൽ ആ ഉപവാസ പ്രാർത്ഥനയുടെ നടക്കുന്ന ഹാളിൽ പോയി അതിൻ്റെ ഏറ്റവും പുറകിലിരുന്നു. അപ്പോൾ തലയിൽ മങ്കി ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്, തലമുടിയൊന്നുമില്ല. അന്ന് ഈ 18 വയസ്സിൽ ഈ പൊടിമീശയൊക്കെ വരുന്ന പ്രായമാണ്. ഈ പൊടിമീശയൊക്കെ കൊഴിഞ്ഞു പോയി. കീമോയുടെ അതിപ്രസരം കൊണ്ട് സംഭവിക്കുന്ന ശരീരമാകെ കറുത്ത്, കൈയുടെ നഖങ്ങൾ പോലും കറുകറാന്നായി. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അനുഭവങ്ങളുള്ളവരും അതിനെപ്പറ്റി പരിചയമുള്ളവരും ഉണ്ട്. കീമോയുടെ അതിപ്രസരത്താലാണ് അങ്ങനെ സംഭവിച്ചത്.
അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ആകപ്പാടെ നിരാശനായി ഇങ്ങനെ ഇരിക്കുമ്പോൾ സമപ്രായക്കാരുടെ മുമ്പിലൊന്നും വരാതെ ഏറ്റവും പുറയിലിരിക്കും. ആശീർവാദം പറയുമ്പോഴേ എഴുന്നേറ്റ് വീട്ടിൽ പോകും. അങ്ങനെ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ എല്ലാം തകർന്നവനായി ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ ഒരിക്കൽ അവിടെ വന്ന ഒരു ദൈവദാസൻ ദൈവവചനം പ്രസംഗിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം ചില വാക്കുകൾ പറഞ്ഞു. എന്നോടായിട്ട് പ്രവചനമായിട്ടോ ഒന്നുമല്ല, എൻ്റെ തലയെ കൈവച്ചില്ല, ഒന്നും ചെയ്തില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം സംസാരിക്കുന്നത് ദൈവാത്മാവിലാണ്, അത് എന്നോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായി. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: നിനക്ക് മുമ്പേ പോയവരുടെ ചില ചരിത്രങ്ങൾ കണ്ടുകൊണ്ട് ഇതുപോലെ ഞാനും വലിയ താമസമില്ലാതെ പോകും എന്ന ചിന്തയാണ് നിന്നെ ഭരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. പലരും വീണ് തകർന്നു പോയ ഈ പോർക്കളത്തിൽ നീ പരാജയപ്പെടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര മോട്ടിവേഷൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നോടാണ്. ഞാൻ അവിടെ അനങ്ങാതിരിക്കുക, പക്ഷേ എനിക്ക് പൊട്ടിക്കരയണമെന്നുണ്ട്. ഞാൻ ബഹളം ഉണ്ടാക്കിയാൽ മറ്റുള്ളവർ കാണും എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ അനങ്ങാതിരുന്നിട്ട് എഴുന്നേറ്റ് വീട്ടിൽ പോയി. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചതെന്ന് പറയട്ടെ. അന്ന് രാത്രിയിലാണ് എനിക്ക് മറക്കാനാവാത്ത എൻ്റെ ജീവിതാനുഭവം ഉണ്ടാകുന്നത്. അന്ന് രാത്രിയിലാണ് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ നടക്കുന്നത് എനിക്കറിയാം. എൻ്റെ രോഗം മാറിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ മനസ്സിനകത്ത് വലിയ പരിവർത്തനം നടക്കുകയായിരുന്നു. ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങി. എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ആരോ വന്ന് എന്നോട് സംസാരിക്കുന്നുണ്ട്. അതുവരെ പ്രിയരെ സൺഡേ സ്കൂൾ വഴിയും മാതാപിതാക്കൾ വഴിയും സഭ വഴിയും പാസ്റ്ററപ്പച്ചന്മാർ വഴിയും ഒക്കെ മനസ്സിലാക്കി വെച്ചിരുന്ന ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്കപ്പുറം ആത്മാവെന്ന ഒരു അമാനുഷികമായൊരു വലിയ തലമുണ്ടെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. സ്തോത്രം, ഹല്ലേലൂയ. അന്ന് രാത്രിയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്താണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിച്ചറിയുന്നത്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവജനമേ, ഒരുപക്ഷെ ആത്മാവിൻ്റെ അഭിഷേകത്തെപ്പറ്റി, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനെ പറ്റിയൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ആത്മാവിൻ്റെ അഭിഷേകമില്ലെങ്കിൽ ജീവിതം വളരെ ശൂന്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ആത്മാവുണ്ടെങ്കിൽ ഏത് ശൂന്യതയും തരണം ചെയ്യാൻ അത് മുഖാന്തരം സാധിക്കും. വേറെ ഒന്നുമില്ലെങ്കിലും പരിശുദ്ധാത്മാവകത്തുണ്ടെങ്കിൽ നീ ധൈര്യമുള്ളവനായിരിക്കും, നിങ്ങൾ പ്രതീക്ഷയുള്ളവരായിരിക്കും, നിങ്ങൾ വിശ്വാസമുള്ളവരായിരിക്കും. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും യൗവനക്കാരോ പ്രായമുള്ളവരോ കുഞ്ഞുങ്ങളോ ആരെങ്കിലും ആത്മാവിനെ പ്രാപിക്കാത്തവരായി ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ആഹ്വാനം ചെയ്യുന്നു. വേഗത്തിൽ ആത്മാവിനെ പ്രാപിച്ചു കൊള്ളണം, അതിനായി വാഞ്ചിച്ചു കൊള്ളണം. കാരണം ആത്മാവ് കൂടെയുണ്ടെങ്കിൽ, ദൈവാത്മാവ് കൂടെയുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിൽ ഏത് പരിമിതിയെയും തരണം ചെയ്യാൻ നമുക്ക് കഴിയും. സ്തോത്രം. അപ്പോൾ അന്ന് രാത്രി എൻ്റെ അകത്ത് വലിയ മാറ്റമുണ്ടായി, വലിയ മാറ്റം. പ്രിയരെ, പിറ്റേന്ന് പ്രഭാതത്തിൽ ഉണർന്ന ഞാൻ ആള് മാറിയവനെ പോലെ. എൻ്റെ മാതാപിതാക്കൾക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്, ഇവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവരൊരു സാധാരണക്കാരായ പപ്പായും അമ്മയും, അവർക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇവനിൽ എന്തോ ഒരു മാറ്റം വന്ന് അവർക്ക് മനസ്സിലായി. കാരണം അതിനു മുമ്പൊക്കെ RCCയിലൊക്കെ പോകുമ്പോൾ വളരെ വിഷണ്ണനായി എവിടെയെങ്കിലും മൂലയ്ക്ക് ഒടിഞ്ഞു കുത്തിയിരിക്കുന്ന ഞാൻ ജോജി പാസ്റ്റർ അമ്മാമ്മയും കൂടെ പോയപ്പം എല്ലാവരും വിചാരിച്ച് ഇനിയിപ്പോൾ ആകെപ്പാടെ ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ചിരിക്കുമ്പോൾ 5ാമത്തെ കീമോയ്ക്കൊക്കെ പോകുമ്പോൾ ശാരീരിക ക്ഷീണവും പ്രയാസവും വൊമിറ്റിങ്ങും പ്രശ്നവും എല്ലാം ഉള്ളപ്പോഴും എൻ്റെ അകത്തൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതെൻ്റെ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകത്തൊരു സന്തോഷമുണ്ടെങ്കിൽ അത് മുഖത്ത് കാണാൻ പറ്റും. നിങ്ങളുടെയൊക്കെ അകത്തൊരു സന്തോഷമുണ്ടോ? എന്നാൽ പിന്നെ അതൊന്ന് മുഖത്ത് കാണട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. പ്രിയരെ, 6ാമത്തെ കീമോയ്ക്ക് ശേഷം 6 കീമോ ചെയ്തു. 6ാമത്തെ കീമോയ്ക്ക് ശേഷം നടന്ന പരിശോധനകളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ആ രോഗത്തിൽ നിന്ന് അത്ഭുതകരമായ ഒരു വിടുതൽ ദൈവം എനിക്ക് തന്നു. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, സ്ട്രോങ് ആയിട്ട്. അങ്ങനെ അതിനുശേഷം എനിക്ക് വലിയ ആവേശമായിരുന്നു. ആവേശത്തോടെ ഞാൻ തെരുവുകളിലൊക്കെ ഇറങ്ങി എൻ്റെ സ്നേഹിതന്മാരോട് ചേർന്ന് യേശു നിങ്ങളെ വിടുവിക്കും രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് മൈക്കൊക്കെ എടുത്ത് വെച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് ഇതൊന്നും പിടിച്ച് ഒത്തിരി എക്സ്പീരിയൻസ് നമുക്കില്ല. അപ്പോൾ എൻ്റെ നല്ല ദൈവദാസന്മാരൊക്കെ എനിക്ക് നല്ല ഉപദേശങ്ങൾ തന്നു. അവരൊക്കെ എന്നോട് പറഞ്ഞു, മോനെ ദൈവവചനം പഠിക്കണം, സെമിനാരികളിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. അവരുടെയൊക്കെ പ്രേരണയും അത് ദൈവഹിതമായിരുന്നു എന്ന് മനസ്സിലാക്കിയ ഞാൻ എൻ്റെ മാതൃസഭ AG സഭയായിരുന്നു. അപ്പോൾ AGയുടെ ചില സ്ഥാപനങ്ങളിൽ പോയി കർത്താവിൻ്റെ വചനം പഠിപ്പാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. 2010 മുതൽ 16 വരെയുള്ള കാലഘട്ടങ്ങൾ. ആ കാലഘട്ടത്തിൽ ഞാൻ 1-2 സെമിനാരികളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. അങ്ങനെ 2015 എല്ലാ വർഷവും ഞാൻ RCCയിൽ ഫോളോ അപ്പ് ചെക്കപ്പ് ഉണ്ട്.
ഈ അസുഖത്തിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഫോളോ അപ്പ് ചെക്കപ്പിനൊക്കെ ഞാൻ പോകുമായിരുന്നു. 5-ാം വർഷത്തെ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, യു ആർ കംപ്ലീറ്റ്ലി ഓക്കെ, ഇനി ഒരു കാരണവശാലും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പൂർണ്ണ സന്തോഷവാനായിട്ട് സന്തോഷം പ്രാപിച്ച് തിരിച്ച് പോയി. എൻ്റെ പഠനം പൂർത്തീകരിച്ച് 2016 ഞാൻ സദൺ ഏഷ്യ ബൈബിൾ കോളേജ്, ബാംഗ്ലൂരിലെ SABC എന്ന് പറയുന്ന ഒരു കോളേജുണ്ട്, അവിടുന്ന് പിന്നെ എൻ്റെ ഡിഗ്രിയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് തിരുവല്ലായ്ക്കടുത്ത് കാക്കത്തുരുത്തെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ഥാപന ലക്ഷ്യത്തോടു കൂടെ ഒരു പുതിയ പ്രവർത്തനം, ഒരു ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷനോട് ചേർന്ന് അവിടെ പ്രവർത്തിച്ചു വരിക. അപ്പോഴത്തേക്ക് കാലം കുറേ മാറി, പഴയ അവസ്ഥകളൊക്കെ മാറി, ജീവിത സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങളുണ്ടായി. നല്ല നിലയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. എനിക്ക് വയസ്സ് 27 കഴിഞ്ഞു. 27.5 വയസ്സ്. ഇപ്പോൾ അത്യാവശ്യം നല്ല പ്രൊഫൈൽ ആയി. എനിക്ക് ആരോഗ്യമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ റേഡിയേഷൻ ചെയ്ത ഭാഗത്ത്, കാലിൻ്റെ ആ ഭാഗത്തൊരു ചെറിയ ബ്ലാക്ക് കളറുണ്ടെന്നല്ലാതെ മുൻപുണ്ടായ രോഗത്തിൻ്റെതായ ഒരു പ്രശ്നവുമില്ല. ഓടാം ചാടാം സാധാരണക്കാരെ പോലെ എല്ലാ രീതിയിലും നല്ല നോർമൽ ലെവലിലാണ് ഞാൻ ജീവിച്ചു പോരുന്നത്. അപ്പോൾ 27.5 വയസ്സായി. നല്ല ഡിഗ്രീസൊക്കെ കിട്ടി. ഒരു സഭയുടെ സ്ഥാപനത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല ശുശ്രൂഷ സാഹചര്യങ്ങളുണ്ട്. നല്ല ഭാവി മുന്നിലുണ്ട്. ഇനിയിപ്പോൾ എന്തോ വേണം പറഞ്ഞാട്ടെ? കൃപയുള്ളവരുണ്ട് ഇതിനകത്ത്. എന്താ വേണം? അടുത്തത് എന്തുവാ ഇല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി. ഇപ്പം പിന്നെ ബ്രോക്കർമാർക്കൊന്നും കാശ് കൊടുക്കണ്ടല്ലോ. നമ്മൾ ഈ എന്തുവാ ആപ്പുകളുണ്ട്, മാട്രിമോണി ആപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രബല ആപ്പിനകത്ത് ഞങ്ങളൊരു സംവിധാനം ചെയ്ത് അതിനകത്തൊരു പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി. ആ ഗ്രാജുവേഷൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഇട്ട്, നല്ല സെറ്റപ്പായിട്ടൊരു ഫോട്ടോ ഒക്കെ ഇട്ട്, വമ്പൻ സെറ്റപ്പിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ 2017 8.5 വർഷങ്ങൾക്ക് മുൻപ് വന്ന് മാറി പൂർണ്ണമായി ഹീൽഡായി പോയ ആ മാരക രോഗത്തിൻ്റെ അവസ്ഥ വീണ്ടും എന്നെ പിടിച്ചു. ഉണ്ടോ? ഒരൊറ്റ സ്വോത്രം വന്നില്ല, വരികയല്ല. അതങ്ങനെ നമുക്ക് ആർക്കും അന്നേരം സ്വോത്രം പറയാൻ. നമ്മൾ ആദ്യം പാടിയൊരു പാട്ടുണ്ടായത്, എങ്ങനെ പാടിയേ? എത്ര പേര് പറയും ദുഃഖത്തിൻ്റെ പാനപാത്രം കിട്ടിയ? പാട്ട് പാടും. ഇപ്പം ദുഃഖത്തിൻ്റെ പാനപാത്രത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ആരും സ്വോത്രം പറഞ്ഞില്ലല്ലേ? ഹല്ലേലൂയ. പ്രിയരെ, ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇത് പ്രാവർത്തികമാക്കാൻ ഇച്ചിരി പാടാ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. CS മാത്യു എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ തൻ്റെ 8 മക്കളെയാണ് താൻ അടക്കം ചെയ്തത്. തൻ്റെ 8 മക്കളെ അടക്കം ചെയ്ത ഒരു പിതാവാണ് പാസ്റ്റർ CS മാത്യു. അദ്ദേഹം എഴുതിയ പാട്ടിൻ്റെ വരിയാണ്, ഈ മണ്ണെ പ്രതി മാണിക്യം ഞാൻ വെടിയത്തില്ലെന്ന്. സോദരൻ, നമ്മൾ പാടുമ്പോൾ അടിച്ചു പാടാറുണ്ട്, പക്ഷേ നമ്മുടെ തലമുറകളുടെ കാലയിലൊരു മുള്ളുകൊണ്ട സഹിക്കാൻ കൃപയില്ലാത്തവരാണ് നമ്മളെക്കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ലെങ്കിലും ദൈവസന്നിധി വരുമ്പോൾ നമുക്ക് ആ ഒരു ബോധ്യമെങ്കിലും ഉണ്ടാകണം. കർത്താവേ, ഈ ഭക്തരായ മനുഷ്യർ കടന്നുപോയ തീവ്രമായ ജീവിത സാഹചര്യത്തിലും അവർ തള്ളാതെ ചേർത്ത് പിടിച്ചൊരു ദൈവസാന്നിധ്യമുണ്ട്. ഞാനൊരു കാര്യം പറയാം, അങ്ങനെയൊക്കെ നിന്നവരുടെയൊക്കെ തലമുറകളെ തമ്പുരാൻ അനുഗ്രഹിക്കാതെ വിട്ടിട്ടില്ല. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, പ്രശ്നമുണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും, വെല്ലുവിളി ഉണ്ടാകും, ഭാരമുണ്ടാകും, രോഗമുണ്ടാകും. പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കാതെ അതിനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തക്ക സമയത്ത് വെളിപ്പെട്ട ദൈവസാന്നിധ്യം, ഹോരേബിൽ വെളിപ്പെട്ട ദൈവസാന്നിധ്യം, മോറിയ മലയിൽ വെളിപ്പെട്ട ദൈവസാന്നിധ്യം തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരിക തന്നെ ചെയ്യും. സ്തോത്രം. അപ്പോൾ 27-ാം വയസ്സിൽ ഈ രോഗം മടങ്ങി വന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു. കാലയിൽ മുൻപ് രോഗം വന്ന അതേ സ്ഥാനത്ത് തന്നെയാണ്. പോയി ശസ്ത്രക്രിയ ചെയ്തു. ആഴ്ചകൾ കഴിഞ്ഞിട്ടും അതിൻ്റെ വൂണ്ട് പൂർണ്ണമായും പൊറുക്കാത്തൊരവസ്ഥ വന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ് അതിൻ്റെ ആ സ്റ്റിച്ച് റിമൂവ് ചെയ്ത് ദിവസങ്ങൾക്കകത്ത് അന്നേരം തന്നെ ആ സ്റ്റിച്ചിങ്ങനെ ഓപ്പണായിട്ട് ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ട് ആ വൂണ്ട് സെറ്റിലായില്ല. എൻ്റെ ബോൺ, കാലിൻ്റെ മുൻവശത്തെ ടിബിയ എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട ബോൺ, അസ്ഥി വിസിബിളായിരുന്നു. ഞാൻ എൻ്റെ ഡോക്ടറോട് ഗ്രാഫ്റ്റിങ്ങിനെ പറ്റി, വേറെ എവിടെന്നെങ്കിലും ഇച്ചിരി മാംസം എടുത്ത് അവിടെ വെക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. RCCയിലെ ഡോക്ടറാണ്.
റേഡിയേഷൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ട് അത് പാടാന്ന് പറഞ്ഞു. അവർ പറയുന്ന കേൾക്കാനേ നിവൃത്തിയുള്ളൂ. പ്രാർത്ഥിച്ചു, പരിശ്രമിച്ചു, അവർ തന്ന മെഡിസിൻസ് കഴിച്ചു, എല്ലാം ചെയ്തു. പക്ഷേ വൂണ്ട് സെറ്റിലായില്ല. എൻ്റെ ശുശ്രൂഷ സ്ഥലമായിരുന്ന തിരുവല്ല കാക്കത്തുരുത്തിൽ നിന്ന് എനിക്ക് പിന്മാറേണ്ടി വന്നു. ഞാൻ ഭവനത്തിൽ തിരിച്ചു വന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ 2017 ഡിസംബർ 26 എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു ചെറിയ സ്റ്റെപ്പും ഒരു ചെറിയ റാമ്പ് പോലൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഞാനിങ്ങനെ കാല് മുകളിലോട്ട് വെച്ച് കയറുമ്പോൾ ഈ വലത് കാലം, ഇപ്പോൾ എനിക്ക് നടക്കാനൊക്കെ പറ്റും, നമുക്കറിയാം നമ്മുടെ കാല് മടുക്കുക എന്നൊക്കെ പറയും. ഇങ്ങനെ ഈ കാലിൻ്റെ പാദം ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത്, സ്ലിപ്പാവുന്ന ഒരു രീതി നമുക്കൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു ചെറിയ സംഭവമേ ഉള്ളൂ. പക്ഷേ എൻ്റെ 80 കിലോ ഭാരം എൻ്റെ കാലിൻ്റെ രോഗം ബാധിച്ച ഭാഗത്തിന് താങ്ങാൻ പറ്റിയില്ല. എൻ്റെ കാല് അവിടെ വെച്ച് രണ്ടായിട്ടങ്ങ് ഒടിഞ്ഞു പോയി. ഭീകരമായിട്ട് ഒടിഞ്ഞ ഭാഗം നിലത്തിടിച്ച്, പാദത്തിന് പകരം ഒടിഞ്ഞ ഭാഗം വന്ന് നിലത്തിടിക്കുന്ന ഒരു ഭീകരമായൊരവസ്ഥ ഉണ്ടായി. ഞാൻ നിലത്ത് വീണു. എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അന്നേരം മനസ്സിലായില്ല. അത്ര തീവ്രമായൊരവസ്ഥയിലേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മാറ്റപ്പെട്ടു. എൻ്റെ നിലവിളി കേട്ടിട്ട് എൻ്റെ അമ്മ ഓടി വന്നു. അമ്മയ്ക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ 1-2 കടകളുണ്ട്. അവിടുത്തെ ചേട്ടന്മാരൊക്കെ ഓടി വന്ന് എന്നെ താങ്ങിപ്പിടിച്ച്, അപ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ കിടന്ന ഭാഗത്തൊക്കെ കാലയിൽ നിന്ന് നന്നായിട്ട് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. നന്നായിട്ട് രക്തം പുറത്തേക്ക് വരാൻ തുടങ്ങി. അവർ ആംബുലൻസ് 108 നമ്പറിൽ വിളിച്ച് ഒരു ആംബുലൻസ് കുണ്ടറ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആംബുലൻസ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് ഇവരെല്ലാവരും കൂടെ വല്ലാതെ പ്രയാസപ്പെട്ട് എന്നെ എടുത്ത്, എൻ്റെ കാലങ്ങ് ഏകദേശം തൂങ്ങിപ്പോയി. ഒരു 80% അങ്ങ് തൂങ്ങിക്കിടക്കുമായിരുന്നു. അവർ വളരെ പ്രയാസപ്പെട്ട് എന്നെ എടുത്ത് ആ വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ RCCയിലെ ഡോക്ടർമാർ എന്നെ അവിടെ എടുത്തില്ല. അവർ പറഞ്ഞു ഇവിടെ പറ്റില്ല, നിങ്ങൾ ട്രോമാ കെയർ ഉള്ള എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ ഫോണിൽ കൂടെ ബന്ധപ്പെട്ടപ്പോഴേ പറഞ്ഞു. അങ്ങനെ ആ വണ്ടി ആംബുലൻസ് വേഗത്തിൽ പോയത് തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക്, കിംസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് അവരെന്നെ ഷിഫ്റ്റ് ചെയ്യുകയും 2017 ഡിസംബർ 26 ആ ദിനം മുതൽ പിന്നീട് തുടർന്നങ്ങോട്ടുള്ള നാളുകൾ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിൽ കൂടെ ആയിരുന്നു ഞാൻ കടന്നുപോയത്. 2018 എന്ന് പറയുന്ന ആ ഒരു വർഷം മുഴുവൻ ഞാൻ ചികിത്സാർത്ഥം രോഗക്കിടക്കയിലായിരുന്നു. ഞാൻ എൻ്റെ വീടിൻ്റെ 4 ചുവരുകളും ആശുപത്രിയും ആംബുലൻസും അല്ലാതെ വേറൊരു സ്ഥലത്തോട്ട് പോകാനോ എഴുന്നേക്കാനോ പറ്റാത്ത തരത്തിൽ ഭീകരമായ ചികിത്സകളിൽ കൂടെ, വേദനകളിൽ കൂടെ ഒക്കെ ഞാൻ കടന്നുപോയി. 2018 ശരിക്കും എൻ്റെ സുഹൃത്തുക്കൾ ആരാണെന്നും സ്നേഹമുള്ളവരാരാണെന്നും ഒക്കെ ദീർഘവർഷങ്ങൾ കൊണ്ടുള്ള അനുഭവത്തിൽ കൃത്യമായി മനസ്സിലാക്കാനുള്ള അനുഭവങ്ങൾ ദൈവം എനിക്ക് തരുന്നത്. ഞാൻ പൂർണ്ണമായും കടന്നു പോയപ്പോൾ എൻ്റെ പ്രസ്ഥാനങ്ങൾക്കോ ഞാൻ ഉൾപ്പെട്ടു നിന്ന ആത്മീയ ലോകങ്ങൾക്കോ ഒക്കെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഞാൻ അന്യനായി. പലർക്കും അതൊരു ഭാരമാവും. അങ്ങനെ ആ പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങൾ വരും. സ്തോത്രം. പ്രതിസന്ധി ഉണ്ടാവുമ്പോഴേ നിങ്ങളോട് സ്നേഹമുള്ളത് ആർക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. വെല്ലുവിളി ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നവർ പോലും ഒരുപക്ഷെ മറുവശം നിന്ന് നമ്മളെ കുറ്റം പറയും, ആക്ഷേപിക്കും, പരിഹാസം വരും. നിനക്കെന്ത് ഇങ്ങനെ വന്നത് ഇന്നതുകൊണ്ടാ, അങ്ങനെ കൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയാനൊക്കെ ഒത്തിരി പേരും. അതിന് നമ്മളീ പറയുന്ന സുവിശേഷ വിരോധികളൊന്നും അല്ല വരുന്നത്. സുവിശേഷത്തെ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന. ഒരു കാര്യം ഞാൻ പറയാം, പുറത്തുനിന്നുള്ള വെല്ലുവിളി നേരിടാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അകത്തുനിന്നുള്ള വെല്ലുവിളി നേരിടാൻ ഇച്ചിരി പാടാണ്. എൻ്റെ ഈ തീവ്ര ചികിത്സകളുടെ സമയത്തൊക്കെ എൻ്റെ ശരീരത്തിൻ്റെ കാലയിൽ പലതവണ ആരോഗ്യമുള്ള ഇടതുകാലിൻ്റെ തുടയിൽ നിന്ന് മാംസമൊക്കെ വെട്ടി വെച്ച് ഗ്രാഫ്റ്റിംഗ് ഒക്കെ പലതവണ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാല് ഇൻഫെക്റ്റഡൊക്കെ ആവുമായിരുന്നു. റേഡിയേഷൻ്റെ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആകുന്ന സമയത്ത് കാലയിൽ നിന്നൊരു സ്മെല്ല്, ഒരു സ്റ്റിഞ്ചി സ്മെല്ലൊക്കെ വരും. ഇടയ്ക്കിടയ്ക്ക് ദുർഗന്ധം വമിക്കും അഴുകുമ്പോൾ. സ്വന്തം ശരീരം അഴുകുന്ന ദുർഗന്ധം മൂക്കിലേക്ക് വരുമ്പോൾ അത് വലിയ പ്രയാസമാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഈ ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് നമ്മുടെ റൂം ഫ്രഷ്നറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു പരിധിക്കപ്പുറം അത് നിൽക്കുകയല്ല. അപ്പോൾ ഒരിക്കൽ എൻ്റെ വീട്ടിലൊരു ഉപദേശിയായിട്ടുള്ള ഞങ്ങളുടെ ദേശത്തുള്ള ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹം എൻ്റെ റൂമിലേക്ക് കാല് വെക്കുമ്പോൾ ചെറിയൊരു
ദുർഗന്ധം അതിനകത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു. ഐ എം സോറി. അപ്പോൾ ആ ദുർഗന്ധം അദ്ദേഹത്തിൻ്റെ മൂക്കിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഈ വെച്ച കാലിഞ്ഞ് പുറത്തോട്ട് വെച്ചു. എനിക്കതിപ്പോൾ ഇന്നെന്ന പോലെ ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ പ്രാർത്ഥിക്കാൻ വന്ന ഉപദേശിക്ക് ഒരു 60 വയസ്സിന് മേളിൽ പ്രായമുണ്ട്. അന്ന് എനിക്ക് ഒരു 28 വയസ്സിനകത്തുള്ള പ്രായമേ ഉള്ളൂ. ഇദ്ദേഹം അവിടെ വന്ന് നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ച, കർത്താവേ വേഗത്തിൽ അവിടുത്തെ തിരുഹിതം നിറവേറണമെന്ന്. ഞാൻ മനസ്സിലായോ എന്തോ പ്രാർത്ഥിച്ചത്? അതിനിച്ചിരി കൃപയുണ്ടല്ലേ മനസ്സിലാവും. അപ്രകാരം ഒരു പ്രാർത്ഥന, അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. കാരണം ഈ കണ്ണുകൊണ്ട് കാണുന്ന സിറ്റുവേഷൻ ആ പ്രാർത്ഥനയ്ക്ക് ഉതകുന്നതാണ്. അതാരുടെയും കുറ്റമൊന്നുമല്ല. പക്ഷേ എനിക്കത് വല്ലാത്തൊരു വേദനയായി. എനിക്കൊരു ഒരു ഒരു മിശ്ര ഫീലിംഗാണ് ഉണ്ടായി. ഞാനൊന്നും മിണ്ടിയില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചു പോയി. ഞാൻ ദൂരെ നിന്നിങ്ങനെ കൈപൊക്കി കാണിച്ചു. അദ്ദേഹം അടുത്തോട്ട് വന്ന് കൈയൊക്കെ തരാൻ പുള്ളിക്കൊരു മടി. പുള്ളി അങ്ങ് പോയി. ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു മനപ്രയാസം ഉണ്ടായി. ഞാൻ എൻ്റെ തലയിണയിലേക്ക് എൻ്റെ മുഖം അമർത്തി ഇങ്ങനെ കുറച്ചിങ്ങനെ ചരിഞ്ഞ് കിടന്നപ്പോൾ കാലേ ഭീകരമായ കമ്പികളൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് ചരിയാനൊക്കെ ഒരാളുടെ സഹായം വേണം. ഞാനിങ്ങനെ ഒരു വശത്തേക്ക് തലചരിച്ച് ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വെളിപ്പാട് തന്നു. ഞാൻ പോകുന്നിടത്തെല്ലാം അത് പറയാറുണ്ട്. എത്ര ആവർത്തനം ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ആ വാക്ക് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നെ എഴുന്നേൽപ്പിച്ചത് ഒരു പ്രവാചകനല്ല, എന്നെ എഴുന്നേൽപ്പിച്ചത് ഒരു പാസ്റ്ററല്ല, എന്നെ എഴുന്നേൽപ്പിച്ചത് ഒരു സംഘടനയല്ല. സ്തോത്രം. എന്നെ എഴുന്നേൽപ്പിച്ചത് എൻ്റെ ദൈവമാണ്. കാരണം ദൈവം എനിക്ക് അന്നൊരു വെളിപ്പാട് തന്നു. എൻ്റെ മനസ്സിൽ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനൊരു റെഫറൻസ് കർത്താവിൻ്റെ കണ്ണിലിങ്ങനെ എഴുതി കാണിച്ചു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വചനം. ഉൽപ്പത്തി 37:22. ജനസിസ് ചാപ്റ്റർ 37 വേഴ്സ് 22. സംബഡി പ്ലീസ് റീഡ്. ആ ആ മതി. നിങ്ങൾ ഈ വചനം വീണ്ടും ഒന്ന് ധ്യാനിച്ചു നോക്കണം. നമുക്കറിയാം, ജോസഫ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ, ആ കഥാപാത്രത്തിൻ്റെ സംഭവം, തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളെക്കാട്ടി നമുക്കറിയാം. നമ്മുടെ മാനുഷികമായ ഒരു മുഖത്തിൽ നോക്കുമ്പോൾ ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ ഒരു മുഖമാണ് നമ്മൾ ഈ പൊട്ടക്കിണറിനകത്ത് കാണുന്നത്, അല്ലേ? അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിലെ കഷ്ടതയുടെ മുഖങ്ങൾ കുറേ ഉണ്ട്. ഒന്ന് പൊട്ടക്കിണർ, ഒന്ന് കാരാഗ്രഹം, ഇങ്ങനെയൊക്കെ പല കഷ്ടതയുടെ മുഖങ്ങൾ ജോസഫിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. മറ്റൊരു വശത്ത് തൻ്റെ അനുഗ്രഹത്തിൻ്റെ മുഖമാണ് ശരിക്കും നമ്മൾ മിസ്രൈമിലെ മന്ത്രിയുടെ സിംഹാസനത്തിൽ കാണുന്നത്, അല്ലേ? അതൊരു കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതൊരു പരിധിവരെ ശരിയുമാണ്, നമുക്കതറിയാം. എന്നാൽ നിങ്ങൾ ഈ വചനം ഒന്ന് വായിച്ചു നോക്കിയേ. ഈ 37:22 കർത്താവ് എൻ്റെ അകത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും തീവ്രമായ അനുഭവത്തിൽ എനിക്ക് തന്നൊരു വെളിപ്പാടാണ്. ഇത് വായിച്ചപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെ കർത്താവ് എനിക്ക് ആ ഒരു വെളിപ്പാട് എൻ്റെ അകത്ത് തന്നു. അത് വേറൊന്നുമല്ല, ആ വാക്യത്തിൽ കൃത്യമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പൻ്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂപൻ അവരോട് രക്തം ചൊരിയിക്കരുത്. പിന്നെന്താ എഴുതിയേക്കുന്നത്? നിങ്ങൾ അവനെ എടുത്ത് കൈവെക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുവിനെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, അവൻ കുഴിയിൽ വീണത് യാഥാർത്ഥ്യമാണ്, പൊട്ടക്കിണറ്റിൽ വീണത് യാഥാർത്ഥ്യമാണ്. പക്ഷെ വീഴാനുള്ള കാരണം എന്താ? നോക്കിക്കേ, ചേട്ടന്മാരുടെ കൊലക്കത്തിയിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് ശരിക്കും പൊട്ടക്കിണറിനകത്ത്. ആണോ അല്ലയോ? അവിടെ രൂപേൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ദൈവം ഇടപെട്ടിട്ട് രൂപേൻ്റെ അകത്ത് കൊടുത്ത ചിന്തയ്ക്ക് ആധാരമായിട്ടാണ് മരണത്തിൽ നിന്ന് ഒഴിവാക്കി വിട്ട പരിപാടിയാണ് പൊട്ടക്കിണറ്റിൽ കാണുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കൂ പ്രിയരെ, മിസ്രൈമിലെ മന്ത്രിയുടെ സിംഹാസനമില്ലെങ്കിലും ജോസഫിൻ്റെ പ്രാണന് ഭീഷണിയില്ല. എന്നാൽ സഹോദരന്മാരുടെ കൊല്ലാനുള്ള ചിന്തയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പൊട്ടക്കിണറുണ്ടെങ്കിലേ പറ്റൂ. ദൈവാത്മാവ് എൻ്റെ അകത്തൊരു ചിന്ത തന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, നിന്നെ കാണുന്നവർക്കെല്ലാം നീ ഇന്ന് പോകുന്ന അവസ്ഥ പൊട്ടക്കിണർ പോലെയാ.
പക്ഷെ അവർക്കറിയാത്തൊരു സംഗതിയുണ്ട്. നാളെ നിന്നെ അനേകരുടെ മുമ്പിൽ നിർത്തേണ്ടതിന്, നാളെ നിന്റെ മേൽ ഞാൻ തന്ന വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കേണ്ടതിന്, നീ കണ്ട വെളിപ്പാടുകൾ, നിന്നെ കാണിച്ച ദർശനങ്ങൾ, നീ പ്രാപിച്ച ആലോചനകളൊക്കെ നിവർത്തിയാകേണ്ടതിന് ഇന്ന് ഈ പൊട്ടക്കിണറിന്റെ സുരക്ഷിതത്വത്തിൽ നീ ഇരുന്നേ പറ്റൂ. ഇന്ന് പകലിൽ ദൈവവചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ പൊട്ടക്കിണർ സമമായ ഒരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. കാണുന്നവർക്കെല്ലാം നിങ്ങളെ പഴിചാരാനുള്ളൊരു അവസരമായിരിക്കാം അത്. നോക്കുന്നവർക്കെല്ലാം കുറ്റം പറയാനുള്ളൊരു വേദിയായിരിക്കാം അത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, അവർക്കറിയാത്ത, അവർ കണ്ടിട്ടില്ലാത്ത, അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ദൈവിക പദ്ധതി അതിൻ്റെ പുറകിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ജോസഫിന്റെ പിറുപിറുപ്പോ പരാതിയോ പരിഭവമോ, ജോസഫ് കിണറ്റി വീണിട്ട് കയ്യോ കാലോ ഒടിഞ്ഞതായിട്ടൊന്നും പുസ്തകത്തിലില്ല. കാരണം അവൻ്റെ അകത്ത് ദൈവകൃപയുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് മനസ്സിലായി, എൻ്റെ ചേട്ടന്മാരുടെ കടാരയിൽ നിന്ന് എൻ്റെ പ്രാണനെ സംരക്ഷിച്ച് പിടിക്കണമെങ്കിൽ എനിക്ക് പൊട്ടക്കിണറുണ്ടെങ്കിലേ പറ്റൂ. സ്തോത്രം. ഈ ഒരൊറ്റ വെളിപ്പാടാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി, കഷ്ടത ഒരു പൊൻതൂവലാണ്. ആമേ, കഷ്ടത ഒരു സംരക്ഷണമാണ്. അത് തകർക്കാനല്ല, അത് പണിയാനാ. അത് നശിപ്പിക്കാനല്ല, അത് ഉയർത്താനാ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ജീവിതത്തിൽ വലിയ പ്രവൃത്തി ചെയ്തു. ഒരു വർഷം മുഴുവൻ ഭീകരമായ അനുഭവങ്ങളിൽ കൂടെ പോയെങ്കിലും 18ൻ്റെ പ്രാരംഭത്തിലായപ്പോൾ ഇൻഫെക്ഷനൊക്കെ നന്നായിട്ട് കുറഞ്ഞു. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞു, 3 സെൻറ്റിമീറ്റർ എൻ്റെ കാലിൻ്റെ നീളം കുറഞ്ഞു പോയി. മറ്റേ കാലുമായിട്ട് 3 സെൻറ്റിമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് പൂർണ്ണതോതിൽ ആരോഗ്യത്തോടെ നടക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, എൻ്റെ കാലിൻ്റെ ഭാരം, എൻ്റെ ശരീരത്തിൻ്റെ ഭാരം എൻ്റെ കാലിന് ബെയർ ചെയ്യാൻ പറ്റുന്നില്ല. അത് ആ ഭാഗം ഒടിഞ്ഞ അസ്ഥികൾ കൂടി ചോദിക്കുന്നില്ല. കാരണം റേഡിയേഷൻ്റെ എഫക്റ്റാണ്. പല സർജറി ചെയ്തു. ബോൺ ട്രാൻസ്പോർട്ടിങ്ങും അതുപോലെ പിന്നെ ഈ ബോൺ ഒരിടത്തുനിന്ന് എടുത്ത് മറ്റിടത്ത് വെക്കുന്ന ഭയങ്കര പെയിൻഫുള്ളാണ് അതൊക്കെ. ഞാൻ അതിൻ്റെ തീവ്ര അനുഭവങ്ങളൊന്നും പറയാനുള്ള സമയം എൻ്റെ മുമ്പിലില്ല. അങ്ങനെ എത്രയോ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. 19ൻ്റെ പ്രാരംഭത്തിൽ ഡോക്ടർ പറഞ്ഞു, ഇനി ബ്രേസ് എന്ന് പറയുന്ന ഒരു ഉപകരണം പണിയിപ്പിച്ച് പുറത്തോട്ടൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് ഒരു പ്രത്യേക ചെരുപ്പൊക്കെ ഉണ്ടാക്കി ഒന്ന് ശ്രമിച്ച് നോക്കാം, അങ്ങനെ വന്നാൽ കുറച്ചൊക്കെ നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു, അത് ചെയ്തു. 1.5 വർഷത്തിന് ശേഷം ഞാൻ കുറച്ച് അല്പം ഒരു 10-200 മീറ്ററൊക്കെ മാക്സിമം നടക്കാൻ പറ്റുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിപ്പെട്ടു. എനിക്ക് സാധാ പാൻറ് ഇടാൻ പറ്റത്തില്ല, പ്രത്യേക പാൻറ്റൊക്കെ വേണം, പ്രത്യേക ചെരുപ്പ് വേണം. അങ്ങനെയൊക്കെയായിരുന്നു ജീവിതം. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു കുടുംബജീവിതം സ്വപ്നം പോലും കാണാൻ അവകാശമില്ല. എന്നാൽ ദൈവം തന്ന വെളിപ്പാടുകൾ ഓരോന്നും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങി. ദൈവം എനിക്ക് അത്ഭുതകരമായിട്ട് ഒരു കുടുംബജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കി. പ്രോപ്പർ വേ. ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു പ്രൊഫൈലിൽ നിന്ന് വന്ന ഒരാലോചന. അതിൻ്റെ ഇടയ്ക്കൊക്കെ പലതും വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഇങ്ങനെ അവസ്ഥയിലാണെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് പോകും. പക്ഷേ ഒരു കുടുംബത്തെ മാത്രം അങ്ങനെ ദൈവം വിട്ടില്ല. അവരുടെ അകത്ത്, രൂപേൻ്റെ അകത്ത് ദൈവം ചിന്തയിട്ടതുപോലെ വിട്ടുമാറാത്തൊരു ചിന്ത അവരുടെ അകത്തിട്ടു. അങ്ങനെ ഇട്ട ആളാണ് എൻ്റെ ജീവിത പങ്കാളി. 2019 ഡിസംബർ 26 എൻ്റെ കാല് തകർന്നു പോയ 2 വർഷം തികയുന്ന അതേ ദിവസമായിരുന്നു ഞങ്ങളുടെ കല്യാണം. അവിചാരിതമാണ്, പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അങ്ങനെ ഞാൻ വിവാഹം കഴിച്ചു. വിവാഹവേദിയിൽ അന്ന് എൻ്റെ കല്യാണം ഒരുങ്ങിയപ്പോൾ ഒത്തിരി കുറ്റങ്ങൾ പലരും പറഞ്ഞ വേറൊന്നും അല്ല. ആദ്യം പറഞ്ഞു, പെങ്കൊച്ചിന് എന്തോ കുഴപ്പമുണ്ടെന്ന്. അങ്ങനെ ഇല്ലേ, എന്നെപ്പോലെ ഒരുത്തനെ കല്യാണം കഴിക്കണമെങ്കിൽ എന്തെങ്കിലും കുഴപ്പം വേണമല്ലോ, അല്ലേ പറ്റുകയല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അതല്ലെന്ന് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായപ്പോൾ പിന്നെ അടുത്തത് പറഞ്ഞു, ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ ചതിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും അല്ല എന്ന് ബോധ്യപ്പെടുന്നത്. ഈ കാലൊക്കെ എങ്ങനെ മറച്ചു വെക്കാനാണ് എനിക്കറിയത്തില്ല, എന്തോ ഈ പറയുന്നത്. എന്തായാലും ആർക്കും എന്ത് പറയാമല്ലോ. അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിനുള്ളൊരു മറുപടിയായിട്ട് എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഞാനൊരു ചെറിയ ടെസ്റ്റിമണി എൻ്റെ ആ വിവാഹവേദിയിൽ എൻ്റെ പാസ്റ്ററുടെ അനുഭവത്തോടു കൂടി ഒരു 2 മിനിറ്റ് ഈ കുറ്റം പറഞ്ഞവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. എല്ലാവരും ഒന്നുമില്ല കേട്ടോ, 10 പേരെ കാണൂ. 700 പേര് പങ്കെടുക്കുന്ന കല്യാണത്തിൽ 10 പേരെ കുറ്റം പറഞ്ഞവരാണ്, അവരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. പക്ഷേ അന്ന് ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പോലും അറിയാതെ ഈ അനുഭവസാക്ഷ്യം അങ്ങ് ഭയങ്കര വൈറലായി. ഒരു പക്ഷേ നിങ്ങളാരെങ്കിലും ചിലപ്പം അത് യൂട്യൂബിലോ അങ്ങനെ കാണും. അങ്ങനെയാണ് ശുശ്രൂഷയുടെ മുഖം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറുന്നത്. ഞാനൊരു കാര്യം പറയാം, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ആ കുറ്റം പറഞ്ഞവരില്ലായിരുന്നെങ്കിൽ ഞാനത് പറയത്തില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നു ആരും എന്നെ അറിയത്തുമില്ലായിരുന്നു, അല്ലേ?
അപ്പോൾ കുറ്റം പറയാൻ ആളുള്ളത് ഒരു അനുഗ്രഹമാണ്. എത്ര പേർക്കത് മനസ്സിലായി? ഈ പെനീന കുറ്റം പറഞ്ഞുകൊണ്ടല്ലേ ഹന്ന പ്രാർത്ഥിച്ചത്, അല്ലാതെ ഹന്നായിക്ക് വല്ല ദുഃഖം ഉണ്ടായിരുന്നു? ഒരു ദുഃഖവും ഇല്ല. ഏൽക്കാന എപ്പോഴും മറ്റവർക്ക് ഒന്ന് കൊടുക്കും, ഇവർക്ക് രണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ എന്തുവാ ഇല്ലയോ? ഒന്ന് ആലോചിച്ച് നോക്കെ, പിള്ളേരെ വളർത്തണ്ട, പിന്നെ ഡയപ്പർ മേടിക്കണ്ട, ഈ പിള്ളേരെയൊക്കെ വളർത്തുന്നത് എന്തോ പാടാ. അമ്മമാരോട് ചോദിച്ചു നോക്കെ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് പിള്ളേരെ വളർത്തുന്നത്. ഈ പുള്ളിക്കാരിക്ക് ഒന്നും അറിയണ്ട, ചുമ്മാ ഇരുന്ന് എപ്പോഴും നട്ട്സും തിന്ന് സുഖമായിട്ടിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ സുഖിച്ചിരുന്ന ഹന്ന പ്രാർത്ഥിക്കാൻ കയറിയതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? പെനീന കുറ്റം പറഞ്ഞപ്പോഴാണ് അവൾ കരഞ്ഞു. അങ്ങനെയാണ് ശമൂവേൽ പുറത്ത് വന്നത്. അതുകൊണ്ട് നിങ്ങളെ കുറ്റം പറയുന്നവരെ ഓർത്തൊരു സ്തോത്രം പറഞ്ഞേ. ശപിക്കാതെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ ആ കർത്താവ് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പം ന്യായമായിട്ട് വരുന്ന അടുത്തൊരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം വീണ്ടും ഉയർന്നു. ഈ വാദികളെല്ലാം കൂടെ പൊങ്ങി. അത് സ്നേഹമുള്ളവരും ചോദിക്കാൻ തുടങ്ങി, അതിന് ഉത്തരവില്ലാതിരുന്നു. അങ്ങനെ ഇരിക്കെ പിന്നെ ഇടയ്ക്ക് അതിന് മുമ്പും ശേഷമൊക്കെ പലപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്. പല ഇൻഫെക്ഷനുകളുണ്ടായി. അവസാനം 2021 ഒക്ടോബറിൽ ഭീകരമായൊരവസ്ഥയുണ്ടായി. ഭയങ്കര ഇൻഫെക്ഷൻ, ഭയങ്കര പെയിൻ, സഹിക്കാൻ പറ്റുന്നില്ല. MRIക്കകത്ത് അത് ബോൺ ഇൻഫെക്ഷൻ മുകളിലേക്ക് വ്യാപിക്കുന്നതായിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ മുകളിലേക്ക് കയറിയിട്ട്. അങ്ങനെ ഞങ്ങളത് ഗിവപ്പ് ചെയ്യാതെ വേറെ മാർഗമില്ലാത്തൊരവസ്ഥ ഉണ്ടായി. അങ്ങനെ 2021 ഒക്ടോബർ 28 എൻ്റെ വലത് കാല് മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റി. ഞാൻ കൃത്രിമക്കാലയിലാണ് അതിന് ശേഷമുള്ള എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ദൈവകൃപയാൽ കർത്താവ് മുൻപ് 2 കാലും ഉള്ളതിനേക്കാൾ വേഗത്തിൽ കർത്താവ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. എനിക്ക് ഒരു കാല് നഷ്ടപ്പെട്ടപ്പോൾ ജീവിതത്തിൽ വലിയ നഷ്ടമാണെന്ന് തോന്നി. 32 വയസ്സിൽ വലങ്കാല് നഷ്ടപ്പെടുമ്പോൾ ആർക്കുണ്ടാകുന്ന സങ്കടം എനിക്കും ഉണ്ടായി. എല്ലാം നഷ്ടപ്പെടുമെന്ന് തോന്നിയെടുത്തുനിന്ന് തലമുറകൾ എന്ന അവസ്ഥയൊന്നും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയെടുത്തു നിന്ന്, പരിശോധനകളിൽ അതിൻ്റെ റിപ്പോർട്ടുകൾ അങ്ങനെ വന്നെടുത്തുനിന്ന് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ 2 ആൺകുഞ്ഞുങ്ങളുടെ അപ്പനാണ് ഞാൻ. അനുഗ്രഹിക്കപ്പെട്ട 2 ആൺകുഞ്ഞുങ്ങൾ. എൻ്റെ മൂത്ത കുഞ്ഞിന് 3 വയസ്സുണ്ട്, എൻ്റെ ഇളയ കുഞ്ഞിന് 1 വയസ്സുണ്ട്. 2 പേരും ആൺകുഞ്ഞുങ്ങളാണ്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കർത്താവ് നമുക്ക് തന്നു. ഞാൻ തകർന്നു പോയ എൻ്റെ സ്വന്തം മണ്ണിൽ ഞാൻ ഒരു ദൈവസഭയ്ക്ക് അടിസ്ഥാനമിട്ടു. അത് ഇന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അംഗീകരിക്കപ്പെട്ട കൊല്ലം നോർത്ത് സെൻറ്ററിൻ്റെ ഒരു പ്രവർത്തനമായി മുമ്പോട്ട് പോകുന്നു. അവിടുത്തെ യുവജന വിഭാഗത്തിന് വേണ്ടി എന്നാലാവോളം കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾ കുടുംബമായി അധ്വാനം ചെയ്തു വരുന്നു. ആമേ. കർത്താവിൻ്റെ വേലയിൽ ശക്തമായി ഞങ്ങൾ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് ആശ്വാസമാകുവാൻ, അനേകരെ പണിതെടുപ്പാൻ ഞങ്ങളെ ദൈവം കുടുംബമായിട്ട് ഉപയോഗിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. പ്രിയരെ, ഇപ്രകാരം ഒരു അവസരമൊരുക്കി തന്ന ദൈവദാസന സഭയ്ക്ക് നന്ദി പറയുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ ഒരു നാളും നമ്മെ കൈവിടത്തില്ല, അവൻ ഒരു നാളും നമ്മെ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് കൂടെയുള്ളിടത്തോളം കാലം എത്ര പ്രതിസന്ധി വന്നാലും, ഏത് വെല്ലുവിളി വന്നാലും, ഏത് തകർച്ച വന്നാലും നമ്മെ ജയാളികളായി നടത്താൻ ദൈവം വിശ്വസന. ഡിസബിലിറ്റി ഉണ്ട്, പക്ഷേ സർക്കാർ പോലും പേര് മാറ്റിയിട്ടേക്കുക. ഡിസബിലിറ്റി എന്നല്ല, ഡിസേബിൾഡ് എന്നല്ല സർക്കാർ പറയുന്നത്. സർക്കാർ എങ്ങനെയാണ് പറയുന്നത്? നോട്ട് ഡിസേബിൾഡ്, ഇറ്റ് ഈസ് ഡിഫറൻ്റ്ലി ഏബിൾ. സർക്കാരിൻ്റെ റിപ്പോർട്ട് പ്രകാരം 50% ബലഹീനതയുള്ള ഒരു അംഗവൈകല്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അംഗവൈകല്യം രേഖകളിലുണ്ടെങ്കിലും എൻ്റെ മനസ്സിലോ അത് ഇല്ലാതെ ആയിട്ട് എത്രയോ കാലമായി. കാരണം ഞാൻ ഒരു വശത്ത് ബലഹീനനായിരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ അവിടുത്തെ കൃപ എനിക്ക് മതി. ആ കൃപ എൻ്റെ ബലഹീനതയെ ജയിക്കാൻ എനിക്ക് കൃപ തന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുക. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ,